الرحمن الرحيم والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى صدق الله مولانا العليم صدق وبلغ نبيه الكريم وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء لي خمسة أطفي بها حول الوباء الحاطمة المصطفى والمرتضى وابنهما والفاطمة رضي الله عن الكبير رضي الله عن الرفاعي رضي الله عن الكبير رضي الله عن الرفاعي رضي الله عن الكبير رضي الله عن الرفاعي فعلى محمد سيدنا محمد صلى الله عليه وسلم الحمد لله ഈ മഹല്ലത്തിലെ ഇമാമും മുദരിസുമായ പ്രിയങ്കരനായ സുഹൃത്ത് അബ്ദുൽ സമദ് നഈമി കാമിൽ സഖാഫി, ഈ മഹല്ലിലെ പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ സദർ ഉസ്താദ് അടക്കം ഇവിടെയുള്ള ഉദ്ഘാടനം നടത്തിയ ബഹുമാന്യരായ സഹോദരൻ സമദ് നഈമി ഉസ്താദിന്റെ അനുജൻ ഖാലിദ് സഅദി ഉസ്താദ് അടക്കം ഈ വേദിയിലുള്ള ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശബ്ദം കേൾക്കുന്ന മുഅ്മിനാത്തുകളെ, സഹോദരങ്ങളെ, മഹാനരായ ശൈഖ് റിഫായി തങ്ങളെ അനുസ്മരിക്കുന്ന ഈ വേദിയിൽ, ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നമ്മളെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഇഅ്തികാഫിന്റെ നിയത്തോടു കൂടി ഇരിക്കാം. അല്ലാഹു തആല ആ ഇരുത്തവും കേൾവിയും ഒക്കെ പരലോകത്ത് ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് പൊരുത്തപ്പെട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, വളരെ ആധികാരികമായി ഈ മഹല്ലത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ഇവിടെയുള്ള മുത്തഅല്ലിമോടും നമ്മളെല്ലാവരും മഹത്തായ മാസത്തിൽ റിഫായി ശൈഖ് തങ്ങളെ അനുസ്മരിച്ച് ഒരുമിച്ച് കൂടാൻ വേണ്ടി എത്തിയവരാണ്. ആവശ്യമുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ തരുമെന്ന് പറഞ്ഞാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയൊരു ഉപദേശം തരാൻ പറ്റിയ ഒരാളെ കൊണ്ടുവന്ന രൂപത്തിലല്ല. ഇവിടെയുള്ള ഉസ്താദുമാരൊക്കെ നമ്മെ എപ്പോഴും ഉപദേശിക്കുകയും ഉപദേശിക്കാൻ അർഹതപ്പെട്ടവരുമൊക്കെയാണ്. എങ്കിലും ഒരു അതിഥിയായി ഒരാൾ വന്ന് പുതിയ വിഷയങ്ങൾ അല്ലെങ്കിൽ ചെറിയൊരു പുതുമയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു സന്തോഷം എന്ന നിലയിലാണ് സാധുവായ എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. എല്ലാവരും ദുആ നഈമി ഉസ്താദ് പറഞ്ഞതുപോലെ എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മാനെ ഖബർ അല്ലാഹു തആല സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൂട്ടത്തിൽ പലരുടെയും ഉമ്മയോ വാപ്പയോ മാതാപിതാക്കൾ രണ്ടുപേരുമോ ഒക്കെ മരണപ്പെട്ടവരുണ്ടാവും. അവരുടെ ഒക്കെ ഖബറിലേക്ക് ഈ മജ്‌ലിസ് അല്ലാഹു തആല സന്തോഷമാക്കി എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റിഫായി ശൈഖ് തങ്ങളെ പറ്റി ഇവിടെ ഉസ്താദുമാര് സംസാരിച്ചു. നമ്മൾ മൗലിദ് ഓതി.
ഈ നമ്മളാരും കേൾക്കാത്ത കുറെ വിഷയങ്ങൾ പറയുക എന്നതല്ല എന്റെ സംസാരത്തിന്റെ ലക്ഷ്യം. മറിച്ച് കുറഞ്ഞ സമയം കൂടി അവിടുത്തെ അനുസ്മരിച്ച് അവരുടെ ബർക്കത്ത് ലഭിക്കുന്ന ഒരു മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുക എന്നതാണ് നമ്മളുടെ എല്ലാം ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്താബുൽ അർബഅയിലെ രണ്ടാമനായ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെയുടെ മദദും പൊരുത്തവും ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിനെ ഒരുക്കാൻ വേണ്ടി അധ്വാനിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇതിലേക്ക് വന്ന് സഹകരിച്ച നിങ്ങൾ ഓരോരുത്തരും ഇതിനെ സാമ്പത്തികമായും മറ്റു പല രൂപത്തിലും ഇതിലേക്ക് ഭക്ഷണങ്ങൾ എത്തിച്ചും ഒക്കെ സഹായിച്ചവർ എല്ലാവർക്കും അല്ലാഹു തആല അവിടുത്തെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള മഹാനവറുകളുടെ ഒരു ചരിത്രം തുടക്കത്തിൽ ഒന്ന് വാക്കത്തിന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ആരും കേൾക്കാത്തതല്ല. മഹാനായ ശൈഖ് റിഫായി തങ്ങൾ അവിടുത്തെ 55ാമത്തെ വയസ്സിൽ ഹജ്ജിന് പോയിട്ടുണ്ട്. ഏകദേശം 800 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചവരാണ് മഹാനവർ. അങ്ങനെ അവിടുത്തെ 55ാമത്തെ വയസ്സിൽ ഹജ്ജ് കഴിഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീനത്തേക്ക് എത്തി. ഒരു വ്യാഴാഴ്ച ദിവസം അസ്റിന് ശേഷം അങ്ങനെ മദീനത്ത് വന്ന് മുത്തനബി തങ്ങളെ സിയാറത്ത് ചെയ്ത് അസ്സലാമു അലൈക്കും യാ ജദ്ദി എന്ന് വിളിച്ച് സലാം പറയുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗളാ ശരീഫിൽ നിന്ന് വഅലൈക്കുമുസ്സലാം യാ വലദി എന്ന് സലാം മടക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ ഇമാമുകൾക്കൊക്കെ അനുഭവമുള്ളവരാണ്. മഹാന്മാരായ അയിമത്തുകളുടെ ചരിത്രത്തിൽ അത്തഹിയ്യാത്ത് ഓതുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് സലാം പറഞ്ഞ് മുത്തനബി തങ്ങളുടെ സലാം മടക്കൽ കേട്ടിട്ട് ബാക്കി ഓതി പൂർത്തിയാക്കുന്ന മഹാന്മാരുടെ ചരിത്രങ്ങൾ എമ്പാടും നമുക്ക് കേട്ടിട്ടുണ്ട്. ആ രൂപത്തിൽ ശൈഖ് റിഫായി തങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിന്റെ സമീപത്ത് അവിടുത്തെ ഹജ്ജിന്റെ അമലുകൾ കഴിഞ്ഞ് സിയാറത്തിനായി വന്ന് സലാം പറയുമ്പോൾ മുത്തനബി തങ്ങൾ വഅലൈക്കുമുസ്സലാം യാ വലദി എന്ന് സലാം മടക്കുകയാണ്. ഇത് റിഫായി ശൈഖ് തങ്ങൾ മാത്രമുള്ള ഒരു സന്ദർഭമല്ല. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ സംഭവമാണ്. അവിടെ മദീനത്ത് വ്യാഴാഴ്ച വൈകുന്നേരം കൂടി ആയതുകൊണ്ട് എത്രയോ മുഅ്മിനീങ്ങൾ, അതിൽ വലിയ വലിയ ഔലിയാക്കൾ, ശൈഖ് ജീലാനി തങ്ങൾ വരെ ആ കൂട്ടത്തിലുണ്ട് എന്ന് രേഖപ്പെടുത്തിയ മഹാന്മാരുണ്ട്. മഹാനായ ഇമാം ശഅബാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മനാഖിബുസ് സാലിഹീൻ എന്ന കിതാബിൽ ചരിത്രം പറയുന്നുണ്ട്. ഇമാം സുയൂത്തി തങ്ങളും ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഇതടക്കം എത്രയോ അയിമത്തുകൾ തവാത്തുറാണ് എന്ന് പറയപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ ഒരുപാട് മഹാന്മാർ രേഖപ്പെടുത്തിയ ഒരു ചരിത്രമാണത്. ശൈഖ് റിഫായി തങ്ങൾ അങ്ങനെ സലാം മടക്കുന്നു. മുത്തനബി തങ്ങൾ സലാം മടക്കുന്നത് കേൾക്കുമ്പോൾ അവിടുന്ന് ഒന്നുകൂടി റൗളാ ശരീഫിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പുന്നാര നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു റുസിലുഹാ, ഞാൻ വളരെ വിദൂരത്തുള്ള ഉമ്മു അബീദയിൽ നിന്ന് വരികയാണ് നബിയേ. പലപ്പോഴും ഞാൻ എന്റെ റൂഹിനെ ഇവിടത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. എന്റെ തടിയോടുകൂടെ എനിക്ക് ആ വിദൂരത്ത് നിന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ റൂഹിനെ തങ്ങളുടെ സമീപത്തേക്ക് ഞാൻ പറഞ്ഞയക്കാറുണ്ട്. തുഖബ്ബിറുൽ അർദ അന്നി വഹിയ നായിബതി, എനിക്ക് പകരമായി സവിധത്തിൽ വന്ന് തൊട്ട് മണത്തുമുത്തി സലാം പറഞ്ഞു വരാൻ വേണ്ടി എപ്പോഴും എന്റെ റൂഹിനെ ഞാൻ അയക്കാറുണ്ട്. ഇപ്പൊ ഞാനിതാ തങ്ങളുടെ സവിധത്തിലേക്ക് വന്നിരിക്കുന്നു നബിയേ. എന്റെ പാപ്പയായ തങ്ങളെ, അതുകൊണ്ട് എപ്പോഴും വരാൻ കഴിയാത്ത എനിക്ക് ഈ ഹജ്ജിന്റെ വേളയിൽ സിയാറത്തിനായി തങ്ങളുടെ അരികിൽ വന്നപ്പോ വന്നത്
അവിടുത്തെ കൈ എനിക്കൊന്ന് നീട്ടിത്തരണം, ആ കൈ എനിക്കൊന്ന് ചുംബിക്കണം നബിയേ. ഈ ആയിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന വലിയൊരു കറാമത്ത്, ചരിത്രത്തിൽ എല്ലാ മഹാരഥന്മാരും രേഖപ്പെടുത്തി വെച്ച കറാമത്ത്. ഹജ്ജ് കഴിഞ്ഞ് മുഅ്മിനീങ്ങൾ മദീനത്ത് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ ഒരു വ്യാഴാഴ്ച വൈകുന്നേരം നടക്കുന്ന ഒരു ദൃശ്യമായ കറാമത്ത്. അവിടെ വെച്ചുകൊണ്ട് റിഫായി ശൈഖ് തങ്ങളെന്ന് വിളിച്ചു പറയുമ്പോ റൗളാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് പുന്നാര ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ നീട്ടിക്കൊടുക്കുന്നു. റിഫായി ശൈഖ് തങ്ങൾ ആ കൈ ചുംബിക്കുന്നു. ഇത് ചരിത്രം രേഖപ്പെടുത്തി വെച്ചതാണ്. അവരുടെ കറാമത്തുകൊണ്ട് അല്ലാഹു തആല നമ്മളെ ഏറ്റെടുക്കട്ടെ. എത്ര വലിയ മഹബത്തായിരുന്നു മുത്തനബി തങ്ങളോട്. ഇവിടെ നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ റബീഉൽ അവ്വലിൽ നമ്മൾ എല്ലാവരും മുത്തനബി തങ്ങളെ മൗലിദ് ഓതിയിട്ടുണ്ട്. റബീഉൽ ആഖിറിൽ തങ്ങളുടെ റാത്തീബും മൗലിദും അനുസ്മരണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ജുമാഅത്തുൽ ഊലയിൽ റിഫായി ശൈഖ് തങ്ങളെ അനുസ്മരിക്കുന്നുണ്ട്. ഇനി നാഹൂദ് ശൈഖിനെ അനുസ്മരിക്കാനുണ്ട് അടുത്ത മാസം. അത് കഴിഞ്ഞ് അജ്മീർ ഖാജാ തങ്ങളെ അനുസ്മരിക്കാനുണ്ട് റജബ് മാസത്തിൽ 6-ാം തീയതി. അത് കഴിഞ്ഞാൽ ശഅബാൻ ശരീ എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞ ശഅബാൻ കടന്നു വരുന്നു, സ്വലാത്തിന്റെ മാസം. അതും കഴിയുമ്പോൾ വിശുദ്ധമായ റമദാൻ വരുന്നു. മുഅ്മിനീങ്ങൾക്ക് എല്ലാം സന്തോഷത്തിന്റെ സമയങ്ങളാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നേടാനുള്ള സമയങ്ങളാണ്. പടച്ചവനെ ഈ സമയങ്ങളൊക്കെ അവന് പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ തൗഫീഖ് തരട്ടെ. ഇങ്ങനെ എത്രയോ വലിയ വലിയ കറാമത്തുകളുടെ ഉടമസ്ഥരാണ് മഹാനായ ശൈഖ് റിഫായി തങ്ങൾ. അവിടുത്തെ മറ്റൊരു വലിയ കറാമത്താണ്, അവിടുത്തെ ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഉമ്മഅബീദയിൽ അവിടുത്തെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് വഅദ് പറയും. വളരെ ഉൾപ്രദേശമാണ് ഉമ്മഅബീദ. അവിടെ സിയാറത്തിന് പോയ ഉസ്താദുമാർ പറഞ്ഞത് കേൾക്കാം, പോകാൻ നമുക്കൊക്കെയും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഉസ്താദുമാർ പറയും അടുത്താണ് അവിടെ കാര്യമായ റോഡും ഒക്കെ വന്നിട്ടുള്ളത്. വളരെ ഒരു ഗ്രാമമാണ് ഉമ്മഅബീദ. അവിടെയാണ് റിഫായി ശൈഖ് തങ്ങളുടെ മഖാമുള്ളത്. ആ ഉമ്മഅബീദ എന്ന ഗ്രാമത്തിലാണ് മഹാനവറുകൾ ജീവിച്ചത്. ആ ഗ്രാമത്തിൽ അവിടുത്തെ പർണശാലയിൽ ഇരുന്നുകൊണ്ട് അവിടുന്ന് വഅദ് പറയും. ഓരോസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് കസേരയിലേക്കും ഇരുന്നുകൊണ്ടാണ് വഅദ് പറയുക. നിൽക്കാതെ ഇരുന്നുകൊണ്ട് വഅദ് പറയും. അങ്ങനെ പറഞ്ഞാൽ വിദൂരത്തുള്ള ആളുകൾ, അത് മൈക്ക് സെറ്റില്ലല്ലോ, ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ കാലത്തും അവിടുത്തെ 1,00,000-ലധികം ശിഷ്യന്മാരുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെയായി അവിടുത്തെ ദിക്റുകൾ വാങ്ങി ആ ഒരു തർബീയത്തിലായി കഴിഞ്ഞുകൂടുന്നവർ, ഒരുപാട് ഫഖീറന്മാർ, ഒരുപാട് മിസ്കീന്മാർ, അവർക്കൊക്കെ ശൈഖ് റിഫായി തങ്ങളാണ് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് പുറമെ പരിസരത്തുള്ള ഒരുപാട് നാടുകളിൽ അവിടെയുള്ള ജനങ്ങളൊക്കെ അവരവരുടെ വീടുകളുടെ മട്ടുപ്പാവുകളിൽ കയറിയിരിക്കും. അവരിയ്ക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അത് എത്ര കിലോമീറ്റർ അപ്പുറത്താണെങ്കിലും ആ പള്ളിയിൽ വെച്ചുകൊണ്ട് ശൈഖ് റിഫായി തങ്ങൾ പറയുന്ന വഅദ് അടുത്തിരിക്കുന്ന ആളുകൾ കേൾക്കുന്നത് പോലെ ദൂരത്തിരിക്കുന്ന ആളുകൾക്കും കേൾക്കാൻ കഴിയുന്ന, ചെവിപ്പൊട്ടുള്ള ആളുകൾ വരെ കേൾക്കുന്ന രൂപത്തിലുള്ള വലിയ കറാമത്തിന്റെ വഅദായിരുന്നു മഹാനവറുകൾ പറഞ്ഞിരുന്നത്. ഇത്ര വലിയ കറാമത്താണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ. അവരുടെ പള്ളിയിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കറണ്ട് പോയാലായിരിക്കും അവസ്ഥ. ഈ കേൾക്കുന്ന ഒരു ചെറുക്കൊന്നും ഒന്നും ഉണ്ടാവില്ല, ഒരു മുഴക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ തൊണ്ടയിട്ട് പറഞ്ഞാൽ ചിലപ്പോ അപ്പുറത്തിരിക്കുന്ന ആളുകൾ കേൾക്കാൻ പറ്റൂല എന്ന് പറയും. പക്ഷേ റിഫായി ശൈഖ് തങ്ങളുടെ കറാമത്താണ്. എത്രയോ ആളുകൾ അത് കേൾക്കും. അടുത്തിരിക്കുന്നവർ കേട്ട് മനസ്സിലാക്കുന്നത് പോലെ എത്ര വിദൂരത്തിരുന്നും അവിടുത്തെ സംസാരം കേൾക്കാൻ കഴിയും. അല്ലാഹു തആല അവരുടെ മദദ് നമുക്ക്
അബുൽ ഇൽമൈൻ എന്ന അപരനാമത്തിലുള്ള മഹാൻ. രണ്ട് രൂപത്തിലുള്ള ഇൽമുകളും കരസ്ഥമാക്കിയവർ, ളാഹിരിയും ബാത്തിനിയുമായ ഇൽമിന്റെ ഉടമസ്ഥർ. ദിഫാഇ തരീഖത്തിലൂടെ ഇന്നും ലക്ഷോപലക്ഷം വരുന്ന മുഅ്മിനീങ്ങളെ തർബീയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാൻ. തരീഖത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ബേജാറാവണ്ട. വ്യാജന്മാർ ഒരുപാടുണ്ടാകും, പക്ഷേ സത്യം അതിൻ്റെ ഇടയിലുണ്ടാകും. ആ സത്യത്തിലൂടെ മുന്നേറാൻ നമുക്ക് കഴിയണം. നമ്മുടെ നല്ല മശായിഖന്മാരായ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ നേതൃത്വങ്ങൾ, സുൽത്താൻ ഉലമാ ശൈഖുനാ കാന്തപുരം ഉസ്താദ്, റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ അഗ്രേസരായ മഹാരഥന്മാരായ മശായിഖന്മാർ, അവരാണ് നമ്മുടെ ശൈഖന്മാർ. അവർക്കൊക്കെ തരീഖത്തുള്ളവരാണ്. അവരൊക്കെ റിഫായി ശൈഖുകളുടെയും ഈലാനി ശൈഖുകളുടെയും ഒക്കെ പാതയിൽ സഞ്ചരിക്കുന്നവരാണ്. അല്ലാഹു തആല അവരുടെ പൊരുത്തം നമുക്ക് തരട്ടെ. അപ്പൊ അവരുടെ ആത്മീയ വഴിയിൽ നമുക്ക് സഞ്ചരിക്കാനാകണം. അവർ ചൊല്ലിയ ദിക്റുകൾ ചൊല്ലണം. നമ്മുടെ മൗലിദിന്റെ ഏഴിൽ റാത്തീബുണ്ടാവും. ആ റാത്തീബ് പൂർണ്ണമായി ചൊല്ലിയാരെങ്കിലും പഴയ ഉസ്താദുമാരൊക്കെ മജ്‌ലിസിലുണ്ടാവും. ഓരോ ദിക്റും 303 പ്രാവശ്യമുണ്ട്. ചൊല്ലിയാൽ 7-8 മണിക്കൂർ ചെല്ലാറുണ്ടാവും. പൂർണ്ണമായി നല്ല റാഹത്തോടെ ചൊല്ലിയാൽ. അങ്ങനെ റാത്തീബ് നടക്കുന്ന സദസ്സുകൾ വരെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി. അത്ര ദീർഘനേരമൊന്നും ആർക്കും ദിക്റെല്ലാം സമയം ലഭിക്കുന്നില്ല. വർഷത്തിൽ ഒരു വട്ടമെങ്കിലും ദിഫായി ശൈഖുകൾ ആണ്ടുവരുന്ന മാസത്തിലെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനെ ഒരു മജ്‌ലിസ് ഒരുമിച്ച് കൂടാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലം നടക്കലുണ്ട്. പുറത്തുള്ള തൗഫീഖ് കൊണ്ട് നമ്മൾ കൂടാറുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നാൽ രാത്രി ഒരു 10 മണി 11 മണിയാവും കഴിയാൻ. നല്ല ഭക്ഷണത്തിൽ അങ്ങനെ ചൊല്ലാം. പൂർണ്ണമായ ആളുകൾ ചുരുക്കിച്ചിരുന്നവരെ കൊണ്ട് അതൊന്നും ഇല്ലാതെ പൂർണ്ണമായ ആത്മീയത്വം അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അവരുടെ ആത്മീയ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാനാകണം. അവരുടെ മാതൃകകൾ പിൻപറ്റി ജീവിക്കാൻ നമുക്കാകണം. അല്ലാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാർ അവർ ഇത്ര വലിയ സ്ഥാനത്തേക്ക് ഉയർന്നത് പെട്ടെന്നൊരു ദിവസം ഒരു പച്ച ഉല്ലിയൊക്കെ എടുത്തിട്ട് അവരിങ്ങനെ വളർന്നു പൊന്തിയതല്ല. അവരുടെ ജീവിതം, അവരുടെ പഠനം, അവരുടെ സൂക്ഷ്മമായ അല്ലാഹുവിനോടുള്ള അല്ലാഹുവിന്റെ ദീനിനെ അങ്ങേയറ്റം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ടുള്ള ജീവിതം. തഖ്വ ഏറ്റവും വലിയ മുത്തഖീങ്ങളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ആ രൂപത്തിൽ ജീവിക്കുകയും പിന്നീട് വലിയ വലിയ റിയാദകളിലേക്കും വലിയ വലിയ ആത്മീയ ഒരുക്കങ്ങളിലേക്കും കടന്നുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിലായത്തിന്റെ പദവിയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. അതിന് ഓരോ മഹാന്മാരും പല പല വഴികൾ സ്വീകരിക്കാറുണ്ട്. മഹാനായ സയ്യിദുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയതുപോലെ വലികുല്ലി വാഹിദിൻ തരീഖും മിൻ തുറുഖ് യതാറു ഫയഖൂലു മിൻ ദാവസിലാ. ഓരോ മഹാന്മാർക്കും ഓരോ വഴികളുണ്ട്. ശൈഖ് ജീലാനി തങ്ങളുടെ വഴി ദറസ് നടത്തലായിരുന്നു. ദറസ്തുൽ ഇൽമ ഹത്താ സിർതു കുതുബാ. ദറസ് നടത്തിയവരായിരുന്നു മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ. ദിഫാഇ ശൈഖ് തങ്ങൾ വലിയ ഇൽമിന്റെ ഉടമസ്ഥരാണ്, വലിയ കിതാബുകളുടെ രചയിതാവാണ്. പക്ഷേ അവിടുന്ന് തിരഞ്ഞെടുത്ത വഴി, അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വഴി, റബ്ബിലേക്ക് ഹൃദയം സമർപ്പിക്കാൻ തിരഞ്ഞെടുത്ത വഴി, അർറഹീമൂന യർഹമുഹുർ റഹ്മാൻ. റഹ്മാനാണ് അല്ലാഹു തആല, റഹീമാണ് അല്ലാഹു തആല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധമായ ഖുർആനിന്റെ ഉമ്മ എന്നറിയപ്പെടുന്ന ഉമ്മുൽ ഖുർആനാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിന്റെ എല്ലാ ആശയങ്ങളും ഫാത്തിഹ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമും എന്ന അല്ലാഹുവിന്റെ സിഫത്ത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. പിന്നെയും മൂന്നാമത്തെ ആയത്ത് വരുന്നത് അർ-റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ റഹ്മത്തിനെയാണ് അവിടെയും വിളിച്ചു പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ത്യപ്രവാചകരായി നമുക്ക് അയച്ചു തന്നു. എന്നിട്ട് അല്ലാഹു തആല അറിയിച്ചു തന്നു, വമാ അർസൽനാക ഇല്ലാ
വലിയ കാരുണ്യത്തിന്റെ ഉടമ, നമുക്ക് ചിന്തിക്കാൻ പോലുമാകാത്തത്ര കാരുണ്യം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ശാഫിഈ മദ്ഹബുകാരനായ ഇമാം റിഫാഈ റളിയല്ലാഹു അൻഹു ഉമ്മു അബീദ എന്ന അവിടുത്തെ ഗ്രാമത്തിൽ ഒരു വെള്ളം പിടിച്ച് പഴുത്ത് നീരൊലിക്കുന്ന ഒരു നായ, ആ നായയെ ജനങ്ങൾ ആ ഗ്രാമത്തിൽ നിന്ന് ആട്ടി ഓടിക്കുമ്പോ ആ നാട്ടുകാർക്ക് അത്രത്തോളം അതിനോട് വെറുപ്പുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ നായയെ കൂട്ടി ശൈഖ് റിഫാഈ തങ്ങൾ തന്റെ ഗ്രാമത്തിന്റെ വെളിയിലേക്ക് പോയി 40 ദിവസത്തോളം ആ നായയോടൊപ്പം താമസിച്ച് അതിനെ പരിചരിച്ച് സുഖപ്പെടുത്തിയെടുത്ത ചരിത്രം ഉമ്മു അബീദയിലെ ജനങ്ങൾ മുഴുവനും കരഞ്ഞുപോയ സന്ദർഭമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. ശാഫിഈ മദ്ഹബുകാരനാണ് ശൈഖ് റിഫാഈ തങ്ങൾ. നമ്മൾ പഠിച്ച മസലയെല്ലാം അവിടത്തേക്കും അറിയാം. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, അതിലൊന്ന് മണ്ഡലത്തിയ വെള്ളം ഉണ്ടാകണം, അതൊക്കെ അയിമത്തുകൾ പറഞ്ഞു തരുന്നുണ്ട്. ശൈഖ് റിഫാഈ തങ്ങൾ ആ നായ്ക്ക് എണ്ണ പുരട്ടി കൊടുക്കും, അതിനെ കുളിപ്പിച്ചു കൊടുക്കും, എന്നിട്ട് ഇതുപോലെ 7 പ്രാവശ്യം തന്റെ കൈ കഴുകി ശുദ്ധി വരുത്തുകയും ചെയ്യും. അങ്ങനെ 40 ദിവസം ആ നായയെ പരിചരിച്ച് സുഖപ്പെടുത്തിയെടുത്തു. അപ്പൊ നമ്മൾ ആലോചിക്കും, ഈ കാണുന്ന നായയുടെ പിന്നാലെ നമ്മൾ അങ്ങനെ പോകണമെന്ന് നിർബന്ധമാണോ? അങ്ങനെ നിർബന്ധമുണ്ടെന്നല്ല. അവരുടെ ആ ഒരു റഹ്മത്ത്, ഖൽബിന്റെ വിശാലമായ റഹ്മത്ത്, അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന സിഫത്ത് അവർ എത്രത്തോളം ഉൾക്കൊണ്ടു എന്നതിന്റെ ചരിത്രത്തിന്റെ നേരസാക്ഷ്യങ്ങളാണത്. അത് മാത്രമല്ല, നമ്മൾ ഉപദ്രവിക്കുന്ന ജീവികൾ, അങ്ങനെ കൊല്ലൽ അനുവദനീയമായ ജീവികളുണ്ട്, എങ്കിലും ഹറമിലും ഒക്കെ കൊല്ലാൻ പറ്റിയ ജീവികളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ജീവികളോട് പോലും വലിയ കാരുണ്യം കാണിച്ചവരായിരുന്നു ശൈഖ് റിഫാഈ തങ്ങള്. അവിടുന്ന് ഒരു കയ്യിൽ ഈച്ച വന്നിരുന്നാൽ, കൊതുക് വന്നിരുന്നാൽ, മുട്ട വന്നിരുന്നാൽ അതിനെ കൊല്ലാൻ സമ്മതിക്കൂല. നമ്മളെ കയ്യിൽ കൊതുക് കടിച്ചാലോ, നമ്മൾ വല്ലാതെ ഇങ്ങനെ വേറെ ശ്രദ്ധയിരിക്കുമ്പോൾ നല്ലൊരു കടി കൊണ്ടാൽ അടിച്ചതിനെ നമ്മൾ കൊല്ലുകയും ചെയ്യും. വേണോ കൈ 2 പ്രാവശ്യം നമ്മൾ അത് ദേഷ്യം തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് അരച്ചതിനെ. ശൈഖ് റിഫാഈ തങ്ങൾ അതിനെ അടിക്കാൻ സമ്മതിക്കൂല. മൂപ്പര് അടിക്കത്തുമില്ല, വേറെ ആരും അടിക്കാൻ സമ്മതിക്കുകയില്ല. ഇദാ ജലസ അലാ ജിസ്മിഹി ബഅൂദത്തുൻ ലാ യുഖയ്യിറുഹാ, ഒരു കൊതുക് അവിടുത്തെ ശരീരത്ത് വന്നിരുന്നാൽ അതിനെ ആട്ടിപ്പായിക്കുകയില്ല. വേറൊരാളും അതിനെ ആട്ടിവിടാൻ അവിടുന്ന് സമ്മതിക്കുകയുമില്ല. ആ കൊതുകിനെ നിങ്ങളൊന്നും ചെയ്യേണ്ടതിനെ വിട്ടേക്കുക, അത് ഈ രക്തം കുടിച്ചു കൊള്ളട്ടെ. അല്ലദീ ഖസ്സമഹുൽ ഹഖ് തആല അല്ലാഹു തആല അതിനെ ഭക്ഷണമായി തീരുമാനിച്ചതാണ് എന്റെ രക്തം. ആ രക്തത്തെ തൊട്ട് കൊതുകിനെ ഞാൻ തടയുകയില്ല, നിങ്ങളും തടയേണ്ടതില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കൊതുക് കടിച്ചാൽ അതിനെ ആട്ടിവിടുകയില്ല, മൂട്ട കടിച്ചാലും അതിനെ അടിക്കുകയില്ല, കൊല്ലുകയില്ല. ഈ രൂപത്തിൽ വലിയ 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 റഹ്മത്തുൽ ഖൽബിന്റെ ഉടമസ്ഥനായിരുന്നു ശൈഖ് റിഫാഈ റളിയല്ലാഹു അൻഹു. റിഫാഈ ശൈഖ് തങ്ങളെ പിന്തുടരുന്നു, അവിടുത്തെ അനുസ്മരിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ ആ റഹ്മത്തുൽ ഖൽബിന്റെ ഉടമസ്ഥരാകാൻ വേണ്ടി പരിശ്രമിക്കണം. മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കണം. അവരിൽ നിന്ന് അനുധാവനം ചെയ്യാൻ കഴിയുന്നത് ഏറ്റെടുക്കണം. അങ്ങനെയാണ് മഹാന്മാരെ പിന്തുടരേണ്ടത്. അത് അവരോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. നമ്മളും നല്ല റഹ്മത്തുള്ളവരായി മാറണം. നമ്മുടെ ഭാര്യമാരോട്, മക്കളോട്, സഹോദരങ്ങളോട്, ഉസ്താദന്മാരോട്, ശിഷ്യന്മാരോട്, അയൽവാസികളോട്, ഏത് മതസ്ഥരോടും ഏത് വർഗത്തോടും വർണ്ണമുള്ളവരോടും എല്ലാവരോടും നല്ല റഹ്മത്തോടെ പെരുമാറാനാകണം. ശൈഖ് റിഫാഈ തങ്ങളുടെ മറ്റൊരു ചരിത്രത്തിൽ നമുക്ക് കാണാം. അവിടുന്ന് പള്ളിയിൽ ഒരിക്കൽ വീട്ടിലേക്ക് വരുമ്പോ വീട്ടിലൊരു കള്ളൻ നിപ്പുണ്ട്. കള്ളൻ പത്തായപ്പുരയിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ നെല്ല് മോഷ്ടിക്കുകയാണ്, ഗോതമ്പ് മോഷ്ടിക്കുകയാണ്, ധാന്യം. ആ ധാന്യം മോഷ്ടിക്കുമ്പോ കള്ളന്റെ അടുത്ത് റിഫാഈ തങ്ങൾ ചെന്നിട്ട് പറയുന്നു, അത് കൊണ്ടുപോയാൽ നിനക്ക് വലിയ പണിയുണ്ടാകും. അപ്പുറത്ത് പൊടിച്ചു വെച്ച തൊലിയൊക്കെ കളഞ്ഞ് പൊടിച്ചു വെച്ച നെല്ലിയിരിപ്പുണ്ട്. നിന്റെ കയ്യിൽ ഹൽ മിൻ
അത് കൊണ്ടുപോകാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സാധനം നിന്റെ കയ്യിലുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഉണ്ട്. എന്നാ വരൂ എന്ന് പറഞ്ഞിട്ട് ആ കള്ളനെയും കൂട്ടി അപ്പുറത്തെ പത്തായത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ നല്ല പൊടിച്ചു വെച്ച ഗോതമ്പിന്റെ പൊടിയെടുത്ത് ആ ചാക്കിൽ നിറച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഏറ്റി വെച്ചു കൊടുത്തിട്ട് കൊണ്ടുപോകാൻ പറയുന്നു. പോകാൻ നേരം ആ കള്ളന്റെ സമീപത്ത് എന്നിട്ട് ശൈഖരിഫായി തങ്ങള് തന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്ന ആളോട് മാപ്പ് ചോദിക്കുന്നു. ഓ മോനെ, നീ ഈ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, നീ ഉറക്കമഴിഞ്ഞ് നിന്റെ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ പെട്ടെന്ന് കയറി വന്നത് കൊണ്ട് നീ പേടിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ സൃഷ്ടിയെ പേടിപ്പിക്കാൻ ഈ റിഫായിക്ക് അനുവാദമില്ല. അങ്ങനെ ഞാൻ കൊടുന്നനെ കയറി വന്നപ്പോ നീ പേടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണേ. ഇതാണ് അവിടുത്തെയുടെ റഹ്മത്ത്. ഒരു സൃഷ്ടിയെയും പേടിപ്പിക്കാൻ, ഭയപ്പെടുത്താൻ, ആക്രമിക്കാൻ ഒരാൾക്കും അല്ലാഹു തആല അനുവാദം നൽകിയിട്ടില്ല. ശൈഖരിഫായി തങ്ങളുടെ മാസത്തിൽ അവരെ അനുസ്മരിക്കുന്ന നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ ഭാര്യമാർക്ക് പേടി വരാൻ പാടില്ല. ഭാര്യമാരുടെ പെരുമാറ്റം കൊണ്ട് ഭർത്താവിന് പേടി വരാൻ പാടില്ല. വാപ്പയെ കാണുമ്പോ മക്കള് പേടിക്കുകയല്ല വേണ്ടത്, സ്നേഹിക്കുകയാണ് വേണ്ടത്. മക്കള് വാപ്പയെ പേടിക്കണ്ട, വാപ്പ മക്കളെയും പേടിക്കണ്ട. ആ രൂപത്തിൽ നല്ല റഹ്മത്തിന്റെ ഉടമസ്ഥരാകണം. നല്ല കാരുണ്യത്തിന്റെ മനസ്സ് നമ്മുടെ വീടുകളിൽ തടഞ്ഞിട്ട് നിൽക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ സ്നേഹവസ്ത്രമായ ഇടപെടലുകൾ വേണം. വാപ്പയും മക്കളും ഉമ്മയും മക്കളും തമ്മിൽ നല്ല അടുപ്പവും ബന്ധവും വേണം. അയൽവാസികളോട് നല്ല കാരുണ്യം കാണിക്കണം. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ നല്ല കാരുണ്യത്തിലാകണം. മാതാപിതാക്കളോടുള്ള കാരുണ്യം, ഇങ്ങനെ ഓരോ തുറയിലുമുള്ളവരെ എടുത്തു പറഞ്ഞാൽ ഇസ്ലാമിൽ എല്ലാ സമയത്തും കാരുണ്യത്തിനാണ് മുൻഗണനയുള്ളത്. പരിശുദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മാതാപിതാക്കൾ റഹ്മത്ത് ചെയ്തിട്ടുണ്ട്, ചെറുപ്രായത്തിൽ ഞങ്ങളോട് റഹ്മത്ത് ചെയ്തിട്ടുണ്ട്. ആ റഹ്മത്ത് പോലെ അവർക്ക് നീ കാരുണ്യം ചെയ്തു കൊടുക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യൽ ഓരോ മക്കളുടെയും ബാധ്യതയാണ്. ഒരു മോശമായ പ്രയോഗങ്ങളും ഒരു ദേഷ്യം പിടിച്ചുള്ള പ്രയോഗങ്ങളും മാതാപിതാക്കളെ ഇടങ്ങേറാക്കുന്ന, വെറുപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു വാക്കുകളും ഒരു പ്രയോഗങ്ങളും ഒരു ആക്ഷനുകളും നമ്മുടെ ജീവിതത്തിൽ വരാനേ പാടില്ല. എന്റെ ഉമ്മമാരെ, ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടെ നമ്മുടെ ഉമ്മനോട് വാപ്പനോട് പെരുമാറാൻ കഴിയണം. വളരെ കാരുണ്യത്തോടെ ഇടപെടാൻ കഴിയണം. നാളെ സ്വർഗം നമുക്ക് നേടിത്തരാനുള്ളവരാണവർ. അവർക്കുള്ള ഹിദ്മത്ത് കൊണ്ടാണ് നാളെ ആഖിറത്തിൽ വലിയ പദവികൾ ലഭിക്കാനുള്ളത്. ഇങ്ങോട്ട് എന്ത് ലഭിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടല്ല മാതാപിതാക്കളെ അങ്ങോട്ട് കാരുണ്യം കാണിക്കേണ്ടത്. ശൈഖരിഫായി തങ്ങളെ നായയോട് കാരുണ്യം കാണിച്ചതിന്റെ ചരിത്രം, ഉപദ്രവിക്കുന്ന ജീവികളോട് പോലും കാരുണ്യം കാണിച്ചതിന്റെ ചരിത്രം പഠിക്കുമ്പോ നമുക്ക് കാരുണ്യം മാത്രം ചെയ്തു തന്ന ഉമ്മയെയും ബാപ്പയെയും ഒരു വാക്കുകൊണ്ടെങ്കിലും വേദനിപ്പിച്ചു പോയാൽ അല്ലാഹു നമ്മുടെ ആദരം രക്ഷപ്പെടുത്തി തരൂല. പ്രിയപ്പെട്ട മക്കളെ, ചെറിയ മക്കൾ ഒരുപാട് പള്ളിയിൽ ഇരിപ്പുണ്ട്. ശബ്ദം കേൾക്കുന്ന ഉമ്മമാരുടെ സമീപത്തും ചെറിയ മക്കളുണ്ടാകും. ആ മക്കളോടെല്ലാം ഞാൻ പ്രത്യേകം പറയുന്നു, നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ വാപ്പയും അല്ലാഹു നിങ്ങൾക്ക് തന്ന കരികളാണ്. ആ ഉമ്മയോടും വാപ്പയോടും അവരേത് സ്വഭാവമുള്ളവരാണെങ്കിലും, എത്ര ദേഷ്യം പിടിക്കുന്നവരാണെങ്കിലും അവരോട് കാരുണ്യമില്ലാത്ത വാക്ക് വരണ്ട. എന്നാൽ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാം. ഉമ്മാന്റെയും വാപ്പാന്റെയും പൊരുത്തം അവരോട് റഹ്മത്ത് കാണിച്ചിട്ട് പൊരുത്തം വാങ്ങണം. ആ ബാധ്യത മാതാപിതാക്കൾക്കുമുണ്ട്. മക്കളോട്
കാരുണ്യത്തോടെ ഇടപെടണം. ചില രക്ഷകർത്താക്കൾക്ക് ഒരു വിചാരമുണ്ട്, ഞാനിങ്ങനെ കണ്ണുപിടിയൊക്കെ നിന്നാലേ എന്റെ മക്കൾ വരച്ച വരെയുള്ളൂ. അങ്ങനൊന്നുമില്ല. 10 വയസ്സ് വരെ നിസ്കരിക്കാത്തതിന് പോലും അടിക്കാൻ പാടില്ല. ഏറ്റവും വലിയ പണിയാണല്ലോ നിസ്കാരം. ആ നിസ്കരിക്കാത്തതിന് പോലും 10 വയസ്സ് വരെ അടിയില്ല. 10 കഴിഞ്ഞേ അടിക്കാൻ തന്നെ പാടുള്ളൂ. പിന്നെ എന്തിനാണ് നിസ്സാര കാര്യത്തിന് മക്കളെ വരട്ടുന്നത്? വരട്ടുന്ന വേണ്ട, അവരെല്ലാം അനുസരിക്കുന്നവരാണ്. ഈ പഠിക്കുന്ന മക്കളെല്ലാം ഉമ്മയും അപ്പ അനുസരിക്കുന്നവരല്ലേ? എന്ന് പറഞ്ഞ ആണെന്ന് പറഞ്ഞ അൽഹംദുലില്ലാഹ്. ഉമ്മയും ബാപ്പയും മക്കൾക്ക് വേണ്ടി അല്ലാഹുവിനോട് കൈവരുത്തണം. അത് മക്കളോടുള്ള റഹ്മത്താണ്. ഇങ്ങനെ എല്ലാവരോടും റഹ്മത്ത് ചെയ്യാൻ നമുക്കുമാകണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മളോട് അധ്യാപനം നടത്തി തന്നത് അർറഹീമൂന യർഹമുഹുർ റഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യുന്നവർക്ക് റഹ്മത്ത് ചെയ്യുന്നവനാണ്. കാരുണ്യമുള്ളവർക്കാണ് അല്ലാഹു കാരുണ്യം ചെയ്തു കൊടുക്കുക. യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ എല്ലാവരോടും കാരുണ്യം കാണിക്കണം. എന്നാൽ ആകാശ ലോകങ്ങളുടെ അധിപനായ അല്ലാഹു ജല്ല വഅല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വലിയ കാരുണ്യം കാണിക്കുമെന്നാണ്. അപ്പോൾ ഉമ്മയോട് അപ്പയോട് മക്കളോട് സഹോദരങ്ങളോട് അയൽവാസികളോട് എല്ലാവരോടും കാരുണ്യമുള്ളവരാകണം. ഉസ്താദുമാര് ശിഷ്യന്മാരോട് കാരുണ്യമുള്ളവരാകണം. ശിഷ്യന്മാര് ഉസ്താദുമാരോടും കാരുണ്യമുള്ളവരാകണം. ഈ എല്ലാ മേഖലകളിലും നമ്മൾ ഇടപെടുന്ന എല്ലാ അവസ്ഥകളിലും ആരോടൊക്കെയാണോ നമുക്ക് ഇടപെടാനുള്ളത് അവരോടെല്ലാം കാരുണ്യമുള്ള മനസ്സോടെ ഇടപെടാൻ കഴിഞ്ഞാൽ നാളെ റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അവന്റെ റഹ്മത്ത് നമുക്കും അനുഭവിക്കാം. ആ റഹ്മത്താണ് രോഗികളോട് ശിഫായി തങ്ങൾ കാണിച്ചത്. അന്ധരായ ആളുകളടുത്തേക്ക് ശിഫായി സേവനങ്ങൾ നടന്നു ചെല്ലും. വഴിയിറങ്ങി ഇങ്ങനെ നടന്നിട്ട് കണ്ണ് കാണാൻ കഴിയാത്ത ആളുകളെ കണ്ടാൽ അവരെ കൈപിടിച്ച് അവർക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും. കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് ആരും പോകില്ല. ഈ ആധുനിക രോഗം ഇത്രയും മെഡിസിനൊക്കെ വികസിച്ച കാലത്തും കുഷ്ഠം എന്ന രോഗത്തെ പറ്റി കേൾക്കുമ്പോ നമുക്ക് വെറുപ്പാണ്. അവരുടെ അടുത്തേക്ക് പോകാൻ ആരും കൂട്ടാക്കുകയില്ല. എന്നാൽ ശൈഖിഫായി തങ്ങൾ ആ കുഷ്ഠരോഗികളുടേക്ക് ചെന്നിട്ട് അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്ത് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരെ കൊണ്ട് വേദനിപ്പിക്കുന്നു. ഇത്ര വലിയ സാന്ത്വനം, എല്ലാ ജീവികളോടും കാരുണ്യം, എല്ലാ മനുഷ്യരോടും കാരുണ്യം, എല്ലാത്തിനോടും കാരുണ്യം. അവിടുത്തെ കുപ്പായക്കയിൽ കിടന്നുറങ്ങിയ പൂച്ചയെ ഉണർത്താതിരിക്കാൻ ജമാഅത്തിന് വേണ്ടി പോകുമ്പോ പൂച്ച ഉണർന്നു പോകുമോ എന്ന് ഭയന്നിട്ട് കുപ്പായത്തിന്റെ കൈ കത്തിരയെടുത്ത് കഷ്ണിച്ചവിടെ വെച്ചു. എന്നിട്ട് മുറിഞ്ഞ കുപ്പായം ഇട്ടുകൊണ്ട് പള്ളിയിൽ പോയി മടങ്ങി വന്നിട്ട് ആ പൂച്ച ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴാണ് ആ കുപ്പായത്തിന്റെ കൈയെടുത്ത് സ്വന്തം കുപ്പായത്തിലേക്ക് തയ്ച്ചു പിടിപ്പിക്കുന്നത്. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ചരിത്രങ്ങളാണ്. പക്ഷേ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഈ ചരിത്രങ്ങളെല്ലാം നമുക്ക് പാഠമാകുമ്പോഴാണ് നമുക്ക് അല്ലാഹുവിലേക്ക് എത്താൻ കഴിയുക. നമ്മുടെ ന്യൂനതകളെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് എനിക്ക് പോരായ്മയുള്ളത്. ഇത്തരം മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോ അവരുടെ ചരിത്രങ്ങൾ നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞു തരുമ്പോ നാം ഗ്രന്ഥങ്ങളിൽ പഠിക്കുമ്പോ അത് എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, അതെങ്ങനെയാണ് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതെന്ന് നമ്മളെല്ലാവരും ആലോചിക്കണം. ഞാനും നിങ്ങളും ആലോചിക്കണം. എല്ലാവരും അതിനെ പറ്റി ചിന്തിച്ച് എന്റെ ന്യൂനത എവിടെ, മറ്റൊരാളുടെ ന്യൂനത കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. നിന്റെ ന്യൂനതയാണ് നീ ആദ്യം പരിശോധിക്കേണ്ടത്. ഈ പ്രസംഗം കേട്ടിട്ട് ഭാര്യനോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. എന്റെ
സംഭവിക്കുന്നുണ്ടോ? എന്റെ സംസാരങ്ങൾ എന്റെ ഭർത്താവിന്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്നുണ്ടോ? എന്റെ ഇടപെടലുകൾ എന്റെ ഭർത്താവിന്റെ പൊരുത്തക്കേടിന് കാരണമാകുന്നുണ്ടോ? അതേ ചിന്ത ഇവിടെ ഇരിക്കുന്ന ഓരോ ഭർത്താക്കന്മാർക്കും വരണം. ഞാൻ അടങ്ങുന്ന ഓരോ ഭർത്താക്കന്മാർക്കും വേണം. എന്റെ ഭാര്യ എന്നെ കൊണ്ട് വേദനിക്കുന്നുണ്ടോ? എന്റെ വാക്കുകൾ അവളെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ? എന്റെ ശൈലികൾ അവൾക്ക് പറ്റാത്തതാണോ? തങ്ങളുടെ ഭാര്യ അവരെ വേദനിപ്പിക്കുമ്പോൾ ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തേ ഇങ്ങനെ ഭാര്യ അവരുടെ വേദനാജനകമായ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ എന്തുകൊണ്ടാണ് തങ്ങൾ ഒന്നും പ്രതികരിക്കാത്തത്? അവിടുന്ന് പറയുന്നു, അവൾക്ക് കടമയില്ലാത്ത പലതും എനിക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് അവൾ ഇങ്ങനെ ചെയ്താലും എനിക്ക് പ്രതികരണമില്ല. വിധങ്ങളുടെ പെരുമാറ്റം ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, ഭാര്യമാരോട് വളരെ മയത്തോടെ പെരുമാറണം. ഭർത്താക്കന്മാരോട് ഭാര്യമാര് വളരെ മയത്തോടെ പെരുമാറണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ന്യൂനതകളെ പറ്റി ആലോചിക്കണം. എവിടെയാണ് എനിക്ക് പോരായ്മ എന്ന് നമ്മൾ ആലോചിക്കാൻ, സ്വന്തം തെറ്റുകൾ തിരുത്തുക. അതും ശേഖരിപ്പാഴി തങ്ങളുടെ അവന്റെ ജീവിതം മുഴുവനും പോരായ്മകളാണ്. സ്വന്തം പോരായ്മകളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ ജീവിതം മുഴുവനും പോരായ്മകളാണ്. അതുകൊണ്ട് സ്വന്തത്തിലേക്ക് ചിന്തിക്കണം. ഞാൻ എങ്ങനെയെന്ന് ആലോചിക്കണം. മറ്റൊരാൾ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ അടുത്തുകൂടെ നടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ ജഡ്ജിമെന്റ് നടത്തുമ്പോൾ അവന്റെ പള്ളിയിൽ കയറി നിസ്കരിച്ച അവനിങ്ങനെ വെറുതെ തേരാപ്പാരം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പള്ളിയിൽ കയറാതെ പരിസരത്തുകൂടി പോകുമ്പോ ആ പോക്കിന് നമ്മൾ 100 ന്യായീകരണങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ആ പള്ളിയിലിരിക്കുന്ന ആളുകൾക്ക് ഞാൻ ഇന്നത് കൊണ്ട് പോകുവാണെന്ന് ചിന്തിക്കാമല്ലോ. ഞാനിപ്പോ നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല, ഞാനിപ്പോ യാത്ര കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ എന്റെ 100 കാരണങ്ങൾ നമ്മൾ നിരത്തുന്നു. മറ്റൊരാളുടെ ഒരു എക്സ്ക്യൂസും അംഗീകരിക്കാൻ, ഒരു വീഴ്ച പോലും സമ്മതിച്ചു കൊടുക്കാൻ, മറ്റൊരാളുടെ ന്യൂനതകളെ മറച്ചു വെക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ആളെ ആഖിറത്തിൽ അല്ലാഹു തആല നമ്മുടെ ന്യൂനതകളെ മറച്ചു വെക്കില്ല. സ്വന്തം ശരീരത്തിലേക്ക് ആലോചിക്കണം. എന്റെ പെരുമാറ്റത്തിന്റെ പോരായ്മകൾ എവിടെ? എന്റെ സംസാരത്തിന്റെ പോരായ്മകൾ എവിടെ? ഞാൻ എന്റെ ഭാര്യയോടുള്ള സംസാരത്തിൽ കാർക്കശ്യമാണോ? ഭാര്യയോടൊന്ന് സ്വകാര്യമായി സംസാരിക്കണം. ഞാൻ 10-20 കൊല്ലമായി നിന്നോടൊപ്പം ജീവിക്കുന്നുണ്ട്. എന്റെ സംസാരം നിനക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ പുഞ്ചിരിയോടെയാണ് സംസാരിക്കുന്നത്. എന്നിട്ടും എന്റെ ഭാര്യ എന്നോട് ഇങ്ങനെ മുഖം കറുപ്പിച്ച് കാണിക്കുന്നു. അത് നമുക്ക് തോന്നുന്നതാണ്. നല്ലോണം ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. അത് അവർ പറയുമ്പോഴേ അറിയില്ല. അപ്പൊ അതൊന്ന് സൂക്ഷ്മമായിട്ട് വിളിച്ച് സ്നേഹത്തോടെ ഇരുത്തിയിട്ട് ഭാര്യ ഭർത്താവിനോട് സംസാരിക്കാം, ഭർത്താവ് ഭാര്യനോട് സംസാരിക്കാം. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ എന്താ നിന്റെ ഫീലിംഗ്, എങ്ങനെ തോന്നുന്നു? അല്ലെങ്കിൽ അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചോദിക്കാം, ഞാൻ ക്ലാസ് വരുന്നത് പേടിയാണോ? അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉസ്താദിനോട് ചോദിക്കാം, ഉസ്താദേ ഞാൻ സംസാരിക്കുമ്പോൾ ഉസ്താദിനെ ഞാൻ ദേഷ്യം പിടിച്ച് സംസാരിക്കാൻ ഞാൻ തോന്നുന്നുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സുഹൃത്തുക്കളോട് ചോദിക്കാം, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണമെന്നാണല്ലോ. അപ്പോ നല്ല ചങ്ങാതികൾ ആരംഭത്തിലൊക്കെ നമുക്ക് ഉണ്ടാകണം. നമ്മുടെ പോരായ്മകൾ ഉണർത്തി തരുന്ന ചങ്ങാതിമാർ, നമ്മുടെ ആഗ്രഹത്തിൽ രക്ഷപ്പെടുത്തുന്ന ചങ്ങാതിമാർ, നമ്മളെ പോരായ്മകൾ തിരുത്തി തന്ന നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്ന നല്ല ചങ്ങാതിമാരെ സമ്പാദിക്കാൻ നമുക്കാകണം. എങ്കിലേ ആഖിറത്തിൽ അവർ നമുക്ക് കൂട്ടായി ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാ സുഹൃത്തുക്കളും ആഖിറത്തിൽ ശത്രുക്കളായി മാറും. ഇങ്ങനെ ശൈഖുലിഫായി തങ്ങളെ അനുസ്മരിക്കുന്ന ഈ വേദിയിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, ആ മഹാനവരുടെ സ്വഭാവമഹിഷ്ടമായ മഹിമകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ നമുക്കാകണം.
അവരാണ് എത്താനിരിക്കുന്നത്. ഒരു 3 കാര്യമാണ് അവിടുന്ന് ശിഷ്യന്മാരോട് ഉപദേശിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എന്റെ തൊഴിലാണെങ്കിൽ, എന്റെ വഴി പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു 3 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു, അത് നിങ്ങൾ ഒഴിവാക്കണ്ട. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ലാ തസ്അൽ വലാ തറുദ്ദ വലാ തദ്ഖിർ. ഈ 3 ഉപദേശം ശിഷ്യന്മാരോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് ഒന്നാമത് പറഞ്ഞത്? ലാ തസ്അൽ. നീ ഒരാളോട് നിന്റെ അവലാദികളും വേവലാദികളും പറഞ്ഞു നടക്കണ്ട. ഒന്നും ഇങ്ങനെ ചോദിച്ച് നടക്കണ്ട. റബ്ബ് തരുമെന്നൊരു വിശ്വാസം വേണം. റബ്ബിനോട് പറയാനുള്ളൊരു ഈമാൻ വേണം. വലാ തറുദ്ദ. നിന്റെ അടുത്ത് ചോദിച്ചു വരുന്ന ഒരാളെയും നീ തട്ടി മടക്കണ്ട. വലാ തദ്ഖിർ. നാളേക്ക് എങ്ങനെയാണെന്ന് അവലാദിയിൽ നീ എടുത്തു മാറ്റിവെച്ച് ദുനിയാവ് എങ്ങനെയെന്ന് ചിന്തിച്ച് അവലാദിപ്പെടണ്ട. അവിടുത്തെ ഇവിടെ ഒന്നാമത്തെ ഉപദേശം അങ്ങനെയാണ്. ഇത് വഹാബികൾ പറയുന്ന സന്ദേശമല്ല. വഹാബികൾ എന്താ പറയുന്നത്? നിങ്ങൾ അല്ലാഹുവിനോട് മാത്രം ചോദിച്ചാൽ മതി. ഔലിയാക്കളെ സഹായം തേടണ്ട, അമ്പിയാക്കളോട് സഹായം തേടണ്ട. അങ്ങനെയുള്ള വർത്തമാനമല്ല ഈ പറഞ്ഞത്. ഔലിയാക്കളോട് സഹായം തേടുന്നത് അല്ലാഹുവിനോടുള്ള സഹായമാണ്. നമ്മളൊക്കെ സുന്നത്യമായതിന്റെ ആളുകളാണ്, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞതല്ല. ചെറിയ പരാതികൾ അല്ലാഹു എത്ര വലിയ റഹ്മത്താണ് നമുക്ക് ചെയ്തു തരുന്നത്. അല്ലാഹു നമ്മുടെ റബ്ബാണ്, നമ്മളെ സംരക്ഷിക്കുന്നവനാണ്. അല്ലാഹു വലാ അൻത റബ്ബുന എന്ന് വാഗ്ദത്തം ചെയ്തിട്ടാണ് നമ്മൾ ദുനിയാവിൽ വന്നത്. നമ്മൾ അർവാഹുകളൊക്കെ അല്ലാഹുവിന് കൊടുത്ത വാക്കാണത്. അൻത റബ്ബുന, നീ ഞങ്ങളുടെ ഇലാഹാണെന്നല്ല. അല്ലാഹുവേ, നീ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങളെ സംരക്ഷിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ സംരക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കൂ. വലിയ മഹാരഥന്മാരുടെ വലിയ സൂഫിയാക്കളായ ഔലിയായിന്റെ ചരിത്രം നമ്മൾ വായിച്ചെടുത്തൊക്കെ അവർ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഗുഹാവാസമൊക്കെ നടത്തിയവരാണ്. ഈ അടുത്ത് നമ്മളോട് യാത്രയായ മഹാനരായ, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ വലിയ മഹാനാണല്ലോ മഹാനരായ സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അവിടുന്ന് വയനാട് ചുരത്തിൽ ആ ഗുഹയിൽ എത്രയോ കാലങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചു. ഇങ്ങനെ വലിയ ഔലിയായിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ അവരെല്ലാം ഒരു മനുഷ്യന്റെ അനക്കം പോലും ഇല്ലാത്ത ഒരു പ്രദേശങ്ങളിലും കാടുകളിലും പോയി താമസിച്ചു. അവരെ ആര് സംരക്ഷിച്ചു? അല്ലാഹു സംരക്ഷിച്ചു. അല്ലാഹു സംരക്ഷിക്കും എന്ന ഉറപ്പ് അവർക്കുണ്ട്. ഞാൻ വിവാഹം കഴിച്ചു, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്. ഈ മക്കൾ വളർന്നു വന്നിട്ട് എന്നെ നോക്കിയില്ലെങ്കിൽ പടച്ചവനെ ഞാൻ എങ്ങനെ? എന്റെ അവസാന കാലത്ത് എനിക്ക് ആരാണ് തുണയുള്ളത് എന്ന് ഒരു വാപ്പയും ചിന്തിച്ചിട്ട് മക്കളെ പോറ്റണ്ട. അവസാന കാലത്തും ആവതുള്ള കാലത്തും എല്ലാം തുണയുള്ളവൻ പടച്ചവനാണ്. അല്ലാഹു നമ്മുടെ റബ്ബാണ്. ആരോഗ്യം തന്നവനും ശ്വാസം തരുന്നവനും എല്ലാം തന്നവനും തരുന്നവനും അല്ലാഹു ജല്ല വഅലാ. ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. ഏത് ചെറിയ വിഷയങ്ങളും നമ്മൾ റബ്ബിനോട് ചോദിക്കാൻ പഠിക്കണം. എല്ലാം തരുന്നവൻ അല്ലാഹുവാണ്. ഏത് ഭാഷയിൽ പറഞ്ഞാലും നമ്മുടെ സൃഷ്ടാവായ റബ്ബിനെ മനസ്സിലാകും. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് നിന്ന് പടച്ചവനെ, എന്റെ കാലിനുള്ള വേദനയുണ്ട്, നീ അത് മാറ്റിത്തരണം എന്ന് പച്ചമലയാളത്തിൽ റബ്ബിനോട് പറയാൻ കഴിയണം. എന്റെ മകളെ വിവാഹം കഴിച്ചയക്കാനുണ്ട്, അതിനുള്ള വകകളൊന്നും എനിക്ക് ഒത്തുവന്നിട്ടില്ല, നീയാണ് തരേണ്ടവൻ എന്ന് പറഞ്ഞിട്ട് റബ്ബിനോട് നമ്മൾ ആവലാതി പറയാൻ കഴിയണം. ഇങ്ങനെ ഏത് വിഷയങ്ങൾ മുന്നിലുണ്ടെങ്കിലും അവിടെയെല്ലാം
അവനോട് പറയണ്ട. അവന്റെ ഔലിയാക്കളെ നമ്മുടെ ആഗ്രഹങ്ങൾ പറയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്നതാണ്. ആ വിഷയമല്ല പറയുന്നതെന്ന് ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ, ഏതെങ്കിലും ഒരു വേദന നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതൊരായിരം ആളുകളോട് നമ്മൾ പറയുന്നു. എനിക്ക് ഇന്നലെയും തലവേദനയുണ്ടായിരുന്നു, എനിക്ക് ഇന്നലെ പനിയായിരുന്നു, എന്റെ സാമ്പത്തികമായ വിഷയങ്ങൾ വലിയ അവതാളത്തിലാണ്, അൽഹംദുലില്ലാഹ് എന്ന ഒരു വാചകം നമ്മുടെ നാവിലേക്ക് വരുന്നില്ല. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഇടയിലും റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മൾ പഠിക്കേണ്ടേ. അവിടുത്തെ റബ്ബിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്? അല്ലാഹുവിനെ കുറിച്ച് മുത്തനബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് മുഴുവനും അല്ലാഹു റഹ്മാനാണ് റഹീമാണെന്ന സന്ദേശമല്ലേ. പക്ഷേ ഹബീബനായ മുത്തനബി തങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രയാസങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് മുത്തനബി തങ്ങൾ തിരിച്ചു വരുമ്പോ കൈകോട്ടുമായിട്ട് കടന്നു വരുന്നു. വിധവാനങ്ങൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. യുദ്ധത്തിൽ പങ്കെടുക്കാതെ തന്നെ ബദരിയായ മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എന്ന സ്ഥാനപ്പേരുള്ള മഹാനവറുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ഭർത്താവായിരുന്നു. ആ ഭാര്യ മരിച്ചിട്ടവരെ കബറടക്കി കയറി വരുന്ന രംഗമാണ് ബദർ യുദ്ധം കഴിഞ്ഞ് മുത്തനബി തങ്ങൾ മടങ്ങി വരുമ്പോ മുന്നിൽ കാണുന്നത്. സ്വന്തം മകൾ മരിച്ച് കബറിൽ വെച്ച് കഴിയുമ്പോഴാണ് ആ സ്നേഹനിധിയായ ഉപ്പ കടന്നു വരുന്നത്. അപ്പോഴും ആ ഉപ്പയ്ക്ക് പറയാനുള്ളത് അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചാണ്. സ്വന്തം കരളിന്റെ കഷ്ണമായ മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അവിടുന്ന് മരണപ്പെടുമ്പോഴും അവിടുന്ന് റബ്ബിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഏഴ് വേവലാതികൾ സഹിക്കേണ്ടി വന്നപ്പോഴും സ്വന്തം കുടുംബക്കാരെ മുഴുവനും എതിരെ തിരിഞ്ഞിട്ട് തബ്ബല്ലക യാ മുഹമ്മദു എന്ന് പറഞ്ഞ് മുത്തനബി തങ്ങളെ ആക്ഷേപിച്ച് ആ മക്ക നാട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കണ്ണുനീരൊലിപ്പിച്ച് പുന്നാര ഹബീബരായ തങ്ങൾ അങ്ങനെ വേദനയോടെ നടന്നു പോകുമ്പോഴും അല്ലാഹുവിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ശിഅബ് അബീ താലിബിൽ പച്ചിലകൾ മാത്രം കഴിച്ച് 3 വർഷം കഴിച്ചുകൂട്ടി അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധന വഴിയിൽ വലിയ ത്യാഗങ്ങൾ സഹിച്ച് ജീവിക്കുമ്പോഴും റബ്ബിനെ കുറ്റം പറഞ്ഞിട്ടേയില്ല. എപ്പോഴും അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് മാത്രം, എപ്പോഴും റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് മാത്രം. അതാണ് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു തന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ, എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരാൾ വൈറലായി. എന്താണ് അദ്ദേഹത്തിന്റെ പണി? അദ്ദേഹത്തിന്റെ റൂമിലുള്ള ദൈവത്തിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒഴിവാക്കുകയാണ്, ദൈവത്തിനെ നിന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഒരു അമുസ്ലിം സഹോദരൻ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ മകൻ എന്തോ ആക്സിഡന്റിൽ മരിച്ചുപോയി. ആ മകനെ തരാൻ കഴിയാത്ത ദൈവത്തിനെ എനിക്ക് ഇനി ആവശ്യമില്ല. അതൊരു മുസ്ലിമായ മനുഷ്യനാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ദുനിയാവിൽ ഇത്തരം പ്രയാസങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടില്ലേ? നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ദുനിയാവ് ഒരു പരീക്ഷണശാലയാണ്. ഈ ദുനിയാവ് കണ്ണീർ വാർക്കേണ്ട ഇടമാണ്. നമ്മൾ
സത്യവിശ്വാസികളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് അല്ലാഹുവിനെ ഇങ്ങനെ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്? നിങ്ങൾ എന്തിനാണ് സുജൂദിലേക്ക് വീഴുന്നത്? നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും നിങ്ങളുടെ റബ്ബ് തരുന്നില്ലല്ലോ. അവരോട് നമുക്ക് പറയാനുള്ളത്, അല്ലാഹു അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനാണ്. അല്ലാഹു ഖാലിഖാണ്. അവന്റെ തീരുമാനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ ഒരു സൃഷ്ടിക്കും ആവതില്ല. ഔലിയാക്കളായ മഹാന്മാർ അവര് സ്വർഗം പോലും ആഗ്രഹിക്കുന്നവരല്ല. സ്വർഗം ഒരു സൃഷ്ടി നമ്മുടെ ജീവിതത്തിൽ വരാതെ റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു വാഗ്ദാനം പോലും വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു സംസാരം, അല്ലാഹുവിനെ നന്ദികേടുള്ള ഒരു വർത്തമാനം നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലാ തസ്അൽ, നിന്റെ ആവശ്യങ്ങളെ നീ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കണ്ട. അതൊക്കെ റബ്ബിനോട് പറയാം. നമുക്ക് ഹജ്ജിന് പോകണം, റബ്ബിനോട് പറയണം. അല്ലാഹുവിനോട് നമ്മൾ ആവശ്യം പറയണം. അപ്പൊ എനിക്കിപ്പോ നടക്കാനാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. മഹാനായ സയ്യിദ് റിഫാഈ തങ്ങൾ അവിടുത്തെ വലിയന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ അവിടുത്തെ ഉപദേശം, ഒരാളെയും നീ തട്ടിവിടരുത്. നീ ആരോടൊന്നും ചോദിക്കാൻ നടക്കണ്ട, ഒന്നും യാചിക്കാൻ നടക്കണ്ട. പക്ഷേ നിന്റെ മുന്നിലേക്ക് ഒരാൾ യാചിച്ചു വന്നാൽ അയാളെ തട്ടി മാറ്റണ്ട. നമുക്ക് അവരെ വേദനിപ്പിക്കുന്ന വർത്തമാനമൊന്നും പറയേണ്ട ആവശ്യമില്ല. സൗകര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഉണ്ടാതിരിക്കാം. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്നു കൈ നീട്ടിയാൽ അവർക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ടാവുന്നെങ്കിൽ കൊടുക്കാം. വർത്തമാനം പറഞ്ഞ് അവരെ വിഷമിപ്പിക്കരുത്. ഏതുപോലെ ആരോഗ്യം കൊണ്ടല്ലോ എന്തെങ്കിലും പോയി തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ എന്ന് ചോദിക്കേണ്ട ആവശ്യം നമുക്കില്ല. അല്ലെങ്കിൽ കൊടുത്തിട്ട് പറയാം, ഇതുകൊണ്ട് മത്സരിക്കാനോ മറ്റോ ആണോ ആവും. അങ്ങനത്തെ ഡയലോഗുകൾ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തതിന്റെ കൂടി നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ വചികനെ ആഗ്രഹിച്ച് പടച്ചവന്റെ പൊരുത്തം ആഗ്രഹിച്ച് കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാം. നിയത്ത് ആ രൂപത്തിലായിരിക്കണം. അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചല്ലാതെ കൊടുത്താൽ കയ്യിലിരിക്കുന്ന പൈസ പോയി ചെയ്യും, ആപത്തൊന്നും ഉണ്ടാവുകയില്ല. അപ്പൊ നിയത്ത് ശ്രദ്ധിക്കണം. കൊടുക്കാൻ നല്ല മനസ്സുള്ളപ്പോൾ നല്ലതുപോലെ കൊടുക്കണം. ഒരാളെ തട്ടിവിടരുത് എന്നാണ് സയ്യിദ് റിഫാഈ തങ്ങൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ആരാണ് എന്റെ ദീനിനെ കളവാക്കിയവനെന്ന് നിങ്ങൾക്കറിയുമോ? وذلك الذي يدعو اليتيم, ആരാണ് ഈ ദീനിനെ കളവാക്കിയവൻ? അത് യതീം മക്കളെ തട്ടിവിടുന്നവനാണ്. യതീം മക്കളെ പരിഗണിക്കാത്തവൻ അല്ലാഹുവിന്റെ ദീനിനെ കളവാക്കിയവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ, യതീം മക്കളെ പരിഗണിക്കാത്തവൻ അല്ലാഹുവിന്റെ ദീനിനെ കളവാക്കിയവനാണെന്ന് അല്ലാഹു ജല്ല ജലാലുഹു വിശുദ്ധമായ ഖുർആനിന്റെ ചോദ്യം പോലെയുള്ള ഒരു പ്രതികരണമാണ്. ആരാണ് എന്റെ ദീനിനെ കളവാക്കിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. നമ്മൾ വിചാരിക്കേണ്ട ഏതോ വലിയ തെറ്റ് ചെയ്ത ആളെ സംബന്ധിച്ചാണ് പറയുന്നതെന്ന്, ഏതോ വലിയ കൊലപാതകം നടത്തിയ ആളെ കുറിച്ചല്ല പറഞ്ഞത്, ഏതോ നമ്മൾ ഉദ്ദേശിച്ച വലിയ വലിയ കുറ്റകൃത്യങ്ങളിൽ പോയ ഒരാളെ കുറിച്ചല്ല അല്ലാഹുവിന്റെ പ്രയോഗം. പടച്ചറബ് പറഞ്ഞത് വദാലികല്ലദീ യദ്ഉൽ യതീം. അൽഹംദുലില്ലാഹ് വസ്സലാമു അലൈഹി വസല്ലം. അല്ലാഹു തആല ആഫിയത്തൻ ദീർഘായുസ്സ നൽകി മാറാകട്ടെ. അല്ലാഹു അക്ബർ.
അൽഹംദുലില്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു താകീദിന്റെ സ്വരത്തിലാണ് അവിടെ ചോദിക്കുന്നത്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ആരാണ് ദീനിനെ കളവാക്കിയവനെന്നറിയുമോ? സാലികല്ലദീ വദാലികല്ലദീ യദ്ഉൽ യതീം, യതീമുകളെ പരിഗണിക്കാത്തവൻ, വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീന്മാരെ പരിഗണിക്കാൻ വേണ്ടി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാത്തവൻ, അവരൊക്കെ അല്ലാഹുവിന്റെ ദീനിനെ കളവാക്കിയവരാണ്. ആ ഉപദേശമാണ് ശൈഖ് റിഫാഈ തങ്ങള് അവിടുത്തെ മുരീദന്മാരോട് രണ്ടാമതായി പറയുന്നത്. ലാ തസ്അൽ എന്ന് പഠിപ്പിച്ചു. പിന്നെ അവിടുന്ന് പറയുന്നു, ലാ തറുദ്ദാ, ഒരാളെയും നീ തട്ടിവിടണ്ട. ഇപ്പൊ നമുക്കറിയാം SYSന്റെ പ്രവർത്തകരൊക്കെ സാന്ത്വന പ്രവർത്തകരാണ്. വലിയ സാന്ത്വനത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രളയത്തിന്റെ സമയത്തും കൊറോണയുടെ സമയത്തും തുല്യതയില്ലാത്ത സേവന പ്രവർത്തനങ്ങൾ SYSന്റെ കീഴിൽ ചെറുപ്പക്കാർ നടത്തി നമ്മുടെ ഉലമാഇന്റെ നിർദ്ദേശപ്രകാരം അവിടെയൊക്കെ വലിയ പ്രളയത്തിൽ വലിയ വീടുകൾ വെള്ളം മുങ്ങിക്കഴിയുമ്പോ ആ വെള്ളം പറ്റിയിട്ട് ആ വീട് വൃത്തിയാക്കാൻ വേണ്ടി പ്രവർത്തകർ ചെല്ലും. അപ്പൊ അവിടെ പാമ്പുകൾ കാണും, വിഷം തീണ്ടുന്ന പല ജീവികളും കാണും. അവർ നമ്മുടെ നേതൃത്വത്തെ വിളിക്കുന്നു, ഉസ്താദുമാരെ വിളിച്ചിട്ട് പറയുന്നു, ഇവിടെ ഞങ്ങൾ കിടന്നാൽ ഞങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പൊ മഹാന്മാരായ ഉസ്താദുമാരുടെ പ്രതികരണം, ശൈഖ് റിഫാഈ തങ്ങൾക്ക് യാസീൻ ഓതിയിട്ട് ഫാത്തിഹ ഓതിയിട്ട് നിങ്ങൾ രംഗത്തിറങ്ങിക്കൊള്ളൂ, ഒരു പ്രയാസം വരിക. അൽഹംദുലില്ലാഹ്, എത്ര വലിയ ത്യാഗം ഭരിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തകരത്തരം യജ്ഞങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഒരു അപകടങ്ങളും അവർക്ക് പറ്റിയിട്ടില്ല. നമ്മുടെ അലിമീങ്ങളുടെ ദുആണ് ലികുല്ലി ശൈഇൻ മിഫ്താഹ്, ഏതിനും ഒരു താക്കോലുണ്ട്. വമിഫ്താഹുൽ ജന്നതി മുഹബ്ബുൽ മസാകീൻ, സാധുക്കളെ സ്നേഹിക്കുക എന്നത് അത് സ്വർഗ്ഗത്തിന്റെ താക്കോലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സാധുക്കളോട് സ്നേഹം വേണം. സാധുക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരെ പ്രയാസങ്ങളിൽ പരിചരിക്കുകയും ചെയ്തിരുന്നു ശൈഖ് റിഫാഈ തങ്ങള്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. അതുകൊണ്ട് നമ്മളും സാധുക്കളോട് ചേർന്നിരിക്കേണ്ടവരാണ്, സാധുക്കളെ പരിഗണിക്കേണ്ടവരാണ്. നമ്മുടെ മഹല്ലുകളിൽ പലയിടത്തും ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടു പോയി. ഇവിടെ ഒരു സാമ്പത്തിക സഹായം ചോദിച്ചുകൊണ്ട് ഒരാളും ഈ കോമ്പൗണ്ടിൽ കയറണ്ട. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പല മഹല്ലുകളിലും എഴുതി വെച്ചിട്ടുണ്ട്, ഒരാളും ഈ മഹല്ലിലേക്ക് കയറേണ്ടതില്ല, ഒരു രൂപയും ഇവിടുന്ന് വാങ്ങേണ്ടതില്ല. അങ്ങനെ എഴുതി വെക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് യാചനയെ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഈ മഹല്ലത്തിൽ എത്ര വീടുകളുണ്ടോ അവിടെയുള്ള വീട്ടുകാരെ കുറിച്ച് ഈ മഹല്ലിന്റെ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഇതിന്റെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് നല്ല ഉത്തരവാദിത്തം പടച്ചവന്റെ മുന്നിലുണ്ട്. നമ്മുടെ മഹല്ലത്തിൽ നിന്ന് ഒരാണോ പെണ്ണോ മറ്റൊരു മഹല്ലിലേക്ക് അത്തരം ഒരു യാതനയുമായി പോകുന്നില്ലെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ സക്കാത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി ഉസ്താദുമാരോട് ഇടപെട്ട് ഇവിടുത്തെ സമ്പന്നരിൽ നിന്ന് സാധുക്കളിലേക്ക് എത്തിക്കാൻ നമ്മൾ അധ്വാനിക്കണം. അവരെ കൊണ്ട് സക്കാത്ത് കൊടുക്കാനുള്ള നല്ല ക്ലാസുകൾ എടുത്തു കൊടുപ്പിക്കണം. ഇങ്ങനെ നമ്മുടെ നാടുകളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഒരാളും ഒരു യാതനയ്ക്ക് പോകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയണം. ഇനി നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ യാതനയുമായി വന്നാൽ ഒന്നും ഇവിടെ നിന്ന് തരില്ല എന്ന് പറഞ്ഞവരെ തട്ടിവിടണ്ട. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അവരിരുന്ന് ജുമുഅ കഴിഞ്ഞ് പോകുന്ന ആളുകൾ വെള്ളിയാഴ്ചയുടെ മഹത്വം പ്രതീക്ഷിച്ച് ഒരു 10 രൂപ അവർക്ക് സ്വതന്ത്ര കൊടുത്താൽ
നമുക്ക് ചെയ്യാൻ കഴിയാത്തത് പലരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഒരാളെയും നമ്മൾ അത്തരത്തിലുള്ള കോണിലൂടെ വീക്ഷിക്കേണ്ടതില്ല. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുടെ കൈ താഴെയും നമ്മുടെ കൈ മുകളിലുമാക്കിയ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഒരിക്കലും നമ്മുടെ കൈ താഴ്ന്നു പോകുന്ന ഒരവസ്ഥ അല്ലാഹു തരാതിരിക്കട്ടെ. കൈ മുകളിലായി മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം. പ്രത്യേകിച്ച് പള്ളിയുടെ ആവശ്യങ്ങൾ വരുമ്പോ, ദർസിന്റെ ആവശ്യങ്ങൾ വരുമ്പോ, ഇനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൈയടിഞ്ഞു സഹായിക്കാൻ കഴിയണം. നമ്മുടെ മുൻഗാമികൾ അവരുടെ വിയർപ്പ് ഉച്ചിച്ചും അധ്വാനിച്ചും ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പള്ളിയും വഖഫിന്റെ സ്വത്തുക്കളുമൊക്കെ നമ്മുടെ നാട്ടിൽ ഉയർന്നു നിൽക്കുന്നത്. നമ്മളാണ് ഇതിനെ സംരക്ഷിച്ച് വരും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടത്. അതുകൊണ്ട് ആരെയും നമ്മൾ തട്ടിവിടണ്ട. കൊടുത്തുപോയാൽ തീർന്നു പോകുമെന്ന് ചിന്തിക്കണ്ട. അങ്ങനെ തീർന്ന ഒരാളുടെ ചരിത്രവുമില്ല. പൈസ ഇങ്ങനെ എണ്ണി എണ്ണി വെച്ചിട്ട് ഈ സമ്പത്ത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ സന്തോഷത്തോടെ വലിയ ആരോഗ്യത്തോടെ ജീവിക്കുന്നത്, എന്റെ കയ്യിൽ പൈസയുള്ളത് കൊണ്ടാണെന്ന് ചിന്തിച്ചു പോകണ്ട. നമുക്ക് അധികാരം തരുന്നവനും സമ്പത്ത് തന്നവനും ആരോഗ്യം തന്നവനും അല്ലാഹു തആലയാണ്. ഒരു തലവേദന നിന്ന് റബ്ബ് പരീക്ഷിച്ചാൽ, നമ്മുടെ കയ്യിലുള്ള ലക്ഷങ്ങൾ ചെലവഴിച്ചാലും ഒരു പക്ഷേ അത് മാറിക്കിട്ടാൻ പ്രയാസമാണ്. ഇന്നത്തെ ഹോസ്പിറ്റലുകളുടെ അവസ്ഥ നമുക്കറിയാം. എല്ലാം കച്ചവടം. എല്ലാവരും മക്കളെ പഠിപ്പിച്ചത് സമ്പാദിക്കാനാണ്. അപ്പൊ ഡോക്ടർമാരാവാൻ മക്കളെ പഠിപ്പിച്ചവരും സമ്പാദിക്കാൻ പഠിപ്പിച്ചു. അവര് തന്റെ മുന്നിലേക്ക് വരുന്ന ഒരു പേഷ്യന്റിൽ നിന്ന് എങ്ങനെയൊക്കെ സമ്പാദിക്കാമെന്ന് ചിന്തിക്കുന്നു. ഒരു മനുഷ്യപ്പറ്റോടെ കാണുന്നില്ല. നമ്മളെ പ്രമേയം അതാണല്ലോ, മനുഷ്യപ്പറ്റാണ്. അപ്പൊ എല്ലാ മേഖലയിലും ഒരു മനുഷ്യപ്പറ്റുണ്ടാകണം. ആ മനുഷ്യപ്പറ്റ് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് എടുത്തു പോയപ്പോഴാണ് എല്ലാം കച്ചവട കണ്ണുകളോടെ കാണാൻ തുടങ്ങിയത്. അങ്ങനെ കച്ചവട കണ്ണു വന്നപ്പോ എന്റെ മുന്നിൽ വരുന്ന ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ അവനെ വഞ്ചിച്ചാലും പറ്റിച്ചാലും എനിക്ക് ലാഭം കൊയ്യാമെന്ന് മാത്രം ചിന്തിക്കാൻ തുടങ്ങി. ഒരു രോഗി മുന്നിലേക്ക് വരുമ്പോ ഇത് ഏതോ മക്കളുടെ വാപ്പയാണെന്നോ ഒരു ഭാര്യയുടെ ഭർത്താവാണെന്നോ ഏതൊക്കെയോ ഉമ്മയുടെയും വാപ്പയുടെയും അത് അത്താണിയാണെന്നോ ഒന്നും ചിന്തിക്കാൻ കഴിയാതെ തന്റെ മുന്നിൽ വരുന്ന ആളിൽ നിന്ന് എങ്ങനെ ലക്ഷങ്ങൾ പിഴിയാം എന്ന് മാത്രം ചിന്തിക്കുന്ന ചില ഡോക്ടർമാരെങ്കിലും വന്നു തുടങ്ങിയത്. അവരെ അവരുടെ രക്ഷകർത്താക്കൾ ആ ഒരു മെഡിസിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിട്ടത്, അവര് ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചത് അതിനേക്കാൾ ഇരട്ടി തിരിച്ചു വരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ മക്കൾ ഡോക്ടർമാരായി ഉയർന്നു വരുമ്പോ അവരെങ്ങനെ സമ്പാദിക്കാമെന്ന് മാത്രം ചിന്തിക്കുന്നു, ഇങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുന്നില്ല. അവിടെയാണ് നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാനുള്ളത്. ഈ മാറ്റുകളുടെ കീഴിലും നമ്മുടെ സംഘടനാ സംവിധാനങ്ങളുടെ കീഴിലും നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല മനുഷ്യപ്പറ്റുള്ള ഡോക്ടർമാർ ഉയർന്നു വരണം. നല്ല മനുഷ്യപ്പറ്റുള്ള എഞ്ചിനീയർമാർ വരണം, അഡ്വക്കേറ്റുമാർ വരണം. ഏതെങ്കിലും ഒരു പഞ്ചാബിൽ വിട്ടുപോയ ഒരാളെ മണ്ണിൽ ലഭിച്ചാൽ എങ്ങനെയെങ്കിലും ഇല്ലാത്തവர்கள் പറഞ്ഞ് കേസുണ്ടാക്കി അവന്റെ കയ്യിൽ നിന്ന് 1000 എങ്ങനെ വസൂലാക്കാമെന്ന് ചിന്തിക്കുന്നതിനപ്പുറം എങ്ങനെ ആ മനുഷ്യരെ ആശ്വാസം കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന ആ നല്ല കൽവിന്റെ ഉടമസ്ഥർ നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് വളർന്നു വരേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മുടെ മഹല്ലുകളിൽ സംവിധാനം കാണണം. നമ്മുടെ സംഘടനാ സംവിധാനങ്ങളിൽ അതിന്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ ഇത്ര ക്രിയാത്മകമായി പ്രവർത്തിച്ചെങ്കിലേ ഈ തലമുറയെ അത്തരം കേടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവറുകളുടെ മൂന്നാമത്തെ ഉപദേശം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ആരോടും ഒന്നും ചോദിച്ചു നടക്കണ്ട. നിന്റെ അടുത്തേക്ക് ചോദിച്ചു വരുന്നവരെ നീ തട്ടിവിടണ്ട. ദുനിയാവ് നശ്വരമാണ്, ദുനിയാവ് അനശ്വരമല്ല. ഈ ഭൗതികമായ ജീവിതത്തിന്റെ ലാഭത്തിന് വേണ്ടി നീ ഇങ്ങനെ ഒരുക്കി വെക്കാൻ വേണ്ടി പിടിച്ചു കൂട്ടണ്ട. ഇവിടെയെല്ലാം വിട്ടേച്ച് പോകേണ്ടതാണ്. ഒരു നിമിഷം കൊണ്ട് നമ്മൾ
നമ്മൾ ഖബറാകുന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ അല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽപ്പിൽ ഒരുപക്ഷേ ജനാസ കാണേണ്ടി വന്നാൽ നമ്മൾ ആ സമയം മുതൽ ഖബർ ജീവിതത്തിന്റെ ആളാണ്. ഇനി എന്നോ വരാനുണ്ട് കരുതിയിരിക്കുന്ന ആഖിറം നമ്മുടെ ചിന്തയിൽ ഒരുപക്ഷേ അങ്ങനെ ഉണ്ടാകും. ആഖിറം എന്ന് കേൾക്കുമ്പോ അത് എത്രയോ വിദൂരത്തുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഒരു ചിന്ത വേണ്ട. ഈ ദുനിയാവിൽ വാരിക്കൂട്ടി വെക്കാമെന്ന ആലോചനയും വേണ്ട. ഈ പറഞ്ഞതിനർത്ഥം ജോലിക്ക് പോകണമെന്നല്ല, സമ്പാദിക്കേണ്ടെന്നല്ല, ആ പണത്തോട് നമ്മുടെ മനസ്സ് ബന്ധിച്ചു പോകണ്ട. എല്ലാ ഔലിയാക്കളെക്കാളും വലുതാണ് നബിമാർ. വലിയ പ്രവാചകർ തന്നെയാണ് മഹാനരായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അവിടുന്ന് വലിയ ചക്രവർത്തിയായിരുന്നു. വലിയ രത്നങ്ങളും അടിമാളികളും ഒക്കെയുള്ള വലിയ അധികാരമുള്ളയാൾ. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകരുമാണ്. അവരുടെ ഖൽബിൽ അല്ലാഹുവാണ്. ആ സമ്പത്തൊന്നും ഖൽബിലേക്ക് കയറിയിട്ടില്ല. അപ്പോ പരിത്യാഗത്തോടെ ജീവിക്കുക. ദുനിയാവിനെ ഖൽബിലേക്ക് കയറ്റണ്ട. ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശ്ബുഹാ അദല്ലു മിനൽ ദലീലി. വലിയ നിസ്സാരമാണ് ഈ ദുനിയാവ്. ആ ദുനിയാവിന്റെ ചിന്ത ഖൽബിലേക്ക് കയറ്റിയിട്ട് ഇവിടെ സമ്പാദിക്കണം, ഇവിടെ നേടണം, ഇവിടെ ശാശ്വതമായി കഴിയണം എന്ന ചിന്ത ഖൽബിൽ രൂഢമൂലമായാൽ അവർക്ക് റിഫാഈ തങ്ങളുടെ മാർഗത്തിലേക്ക് വരാനാകില്ല. അവരിത്ര മഹത്വമുള്ളവരായതെങ്ങനെ? സിഎം അലിയുമായി ഇത്ര മഹത്വമുള്ള ആളായതെങ്ങനെയാണ്? അമ്പുറത്തെ തങ്ങൾ ഇത്ര മഹത്വമുള്ളവരായതെങ്ങനെയാണ്? അവരുടെ ഖൽബിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അവരേത് ഭരണതലത്തിൽ ഇടപെട്ടാലും ഏത് അധികാരമുള്ളവരാണെങ്കിലും അവരുടെ ഖൽബിലേക്ക് അല്ലാഹ് എന്ന ചിന്ത മറികടന്നുകൊണ്ട് ദുനിയാവിന്റെ ചിന്ത വരില്ല. ആ ഒരു സ്വഭാവമാണ് നമുക്കും വേണ്ടത്. ദുനിയാവിന് വേണ്ടി സമ്പാദിച്ചു വെക്കുക, ആളെ എന്താവുമെന്ന് അവലാതിപ്പെടുക, ഇതൊന്നും ഒരു വിശ്വാസിയായ മനുഷ്യന് ഭൂഷണമല്ല. അതാണ് മഹാനരായ റിഫാഈ ശൈഖ് തങ്ങൾ പറഞ്ഞത്. വലാ തദ്ഖിർ, നീ നാളത്തേക്ക് ഒരുക്കി വെക്കണ്ട. എപ്പോഴാണ് നിന്റെ വിളി വരിക എന്നറിയില്ല. ഏത് സമയത്ത് വിളി വന്നാലും അല്ലാഹുവിന്റെ അവധി, നമുക്ക് തീരുമാനിക്കപ്പെട്ട അവധി എന്ന് വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും പിന്നെ താമസമില്ല. ഈ ഒരു ചിന്തയിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആഖിറം ചിന്തിച്ചുകൊണ്ട് ജീവിച്ചവരാണ് മഹാരഥന്മാർ. അവർക്ക് ദുനിയാവ് ഖൽബിലേക്ക് കയറിയിട്ടില്ല. വൽആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. ഏറ്റവും ഉന്നതമായത് എന്നെന്നും ശേഷിക്കുന്ന അനശ്വരമായ ലോകവും അത് ആഖിറത്തിന്റെ ലോകമാണ്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ. മുൻകാലക്കാരായ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത ഈ എല്ലാ ഏടുകളിലും ഇത് തന്നെയാണ് പറയുന്നത്. ഇത് മുൻനിരവിധങ്ങളോ ഉമ്മത്തിനോടുള്ള ഉപദേശം മാത്രമല്ല. 1,24,000 ഫലം തരുന്ന അംബിയാ മുർസലുകൾ അവർക്കെല്ലാം അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുള്ളത് വൽആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. ഏറ്റവും ഉന്നതമായത് ആഖിറമാണ്. എന്നെന്നും ശേഷിക്കുന്നത് ആഖിറമാണ്. സുഹുഫി ഇബ്രാഹീമ വ മൂസാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള എല്ലാ വലിയ അംബിയാക്കൾക്കും നബിമാർക്കും അല്ലാഹു തആല അയച്ചു കൊടുത്ത സന്ദേശം വൽആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. ഈ ദുനിയാവിന്റെ ജീവിതം അവസാനിപ്പിച്ച്
വിട്ട് പോകേണ്ടി വരും. അത് പ്രായമായവരെ കാണുമ്പോൾ അവരൊക്കെ മരിക്കാനായി ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല എന്നൊരു ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് ചിന്ത വരേണ്ടതില്ല. ഏത് ആരോഗ്യമുള്ള ആളാണെങ്കിലും, ഏത് ഡയറ്റുകൾ പിന്തുടരുന്നവനാണെങ്കിലും, ഏത് ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തുന്നവനാണെങ്കിലും, എത്ര വലിയ എക്സർസൈസിന്റെ ആളാണെന്ന് പറഞ്ഞാലും അത്തരം വിഷയങ്ങളിലൊന്നും ആയുസ് കിട്ടാൻ കഴിയില്ല. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞതല്ല. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് അത്തരം എന്തെങ്കിലും ഡയറ്റുകൾ പിന്തുടരുമ്പോ, ഏതെങ്കിലും എക്സർസൈസുകൾ ചെയ്തിട്ട് ബോഡിയിൽ നിന്ന് ഫിറ്റായിട്ട് വരുമ്പോ, ഇനി ഇപ്പോഴേക്കും ഞാൻ ഭരിക്കൂലെന്ന് ചിന്തിക്കണ്ട. ഏത് സമയത്തും റബ്ബിന്റെ വിളിയാളം നമ്മൾ കാത്തിരിക്കണം. ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഏത് സമയത്ത് ഏത് തൊഴിലുകളിൽ ഏർപ്പെട്ടാലും, ഏത് ഇബാദത്തുകളിൽ ഏർപ്പെട്ടാലും, എന്തു ചെയ്താലും അല്ലാഹുവിന്റെ വിളി വന്നു കഴിഞ്ഞാൽ ഈമാനോട് നമുക്ക് യാത്ര പറയാൻ കഴിയണം. അതാണ് ഔലിയാഇന്റെ ജീവിതം. ആ മഹാന്മാര് മുഴുവനും റബ്ബിനെ പ്രണയിച്ചവരാണ്, റബ്ബിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒരു ശൈലി അവരുടെ ജീവിതത്തിൽ വന്നതേ ഇല്ല. അങ്ങനെയാണ് അവർ റബ്ബിന്റെ ആളുകളായി മാറിയത്. അങ്ങനെയാണ് അവർ വിലായത്തിന്റെ അയലുകാരായത്. ആ വഴിയിലേക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ, ആ മഹാന്മാരെ അനുസ്മരിക്കുന്ന നമ്മൾ, ഒരിക്കലും തന്നെ റബ്ബിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം പാടില്ല. അല്ലാഹു എന്ന ചിന്ത നമ്മുടെ ഖൽബിലേക്ക് വരണം. നമുക്ക് ഈമാൻ പഠിപ്പിച്ചു തന്ന മശായിഖന്മാരും ഉസ്താദുമാരും, ആ സുന്നത്യമായത്തിന്റെ അയിമത്തുകൾ, നേതൃത്വങ്ങൾ, ആ മഹാന്മാർ കാണിച്ചു തന്ന വഴിയിലൂടെ തന്നെ സഞ്ചരിച്ച് ഏത് സോഷ്യൽ മീഡിയ വന്നാലും, ഏത് മീഡിയകൾ വന്നാലും അവിടെ നിന്നല്ല നമ്മൾ ദീന പഠിക്കേണ്ടത്. നമ്മുടെ യൂട്യൂബിൽ നിന്നല്ല നമ്മുടെ ഈമാൻ തരേണ്ടത്. ആ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലും അതിലൊന്നുമല്ല നമ്മുടെ ഈമാൻ തരേണ്ടത്. നമ്മുടെ ഈമാൻ തരേണ്ടത് അയിമത്തുകളാണ്, മശായിഖന്മാരാണ്. നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാരുണ്ട്, ആലിമീങ്ങളുണ്ട്. അവരോട് ബന്ധപ്പെട്ടിട്ട് അവർ പറയുന്നത് അനുസരിച്ചിട്ട് കൃത്യമായി പള്ളിയിലേക്ക് ജമാഅത്തിന് വന്നിട്ട് ഇങ്ങനെ ഔലിയായിനെ അനുസ്മരിക്കുന്ന വേദികൾ വരുമ്പോ, ഈ അജ്മീർ ഖജാതകളെ അനുസ്മരിക്കുമ്പോ, അങ്ങനെയുള്ള നല്ല നല്ല സമയങ്ങൾ വരുമ്പോഴും, നല്ല നല്ല മാസങ്ങൾ വരുമ്പോഴും ആ സമയങ്ങൾ മുഴുവനും മുതലെടുക്കാനാകണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇവിടെ ജീവിച്ച് മുറിതീരാത്ത പലരും നമ്മളെ വിട്ടുപിരിഞ്ഞ് യാത്ര പോയിട്ടുണ്ട്. നമ്മുടെ പരിസരങ്ങളിൽ കണ്ണോടിച്ച് നോക്കിയാൽ അറിയാം, നമ്മളോടൊപ്പം തോളിൽ കൈയിട്ട് നടന്നവരൊന്നും എല്ലാവരും ഒരുപക്ഷേ ഇന്ന് നമ്മളോടൊപ്പമില്ല. മക്കള് മരിച്ചുപോയ വാപ്പമാരിവിടെ ഉണ്ടാകാം, വാപ്പമാരും ഉമ്മമാരും മരിച്ചുപോയ മക്കളുണ്ടാകാം. അവരെല്ലാം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ വലിയ ആരോഗ്യമുണ്ടാകാത്തവരായി ജീവിച്ചവരല്ലേ. അല്ലാഹുവിന്റെ വിളി വന്നപ്പോ അവര് പോയതുപോലെ ഇനി പടച്ചവന്റെ തീരുമാനം വന്നാൽ നമ്മളും ഇവിടെ യാത്ര പറയേണ്ടവരല്ലേ. പിന്നാലെ ഹബീബായ മുത്തനബിതങ്ങൾ വഫാത്തായിട്ടില്ലേ, അസ്ഹാബ് വഫാത്തായിട്ടില്ലേ, അഗ്രേസരായ അയിമത്തുകൾ ഈ നാട്ടിൽ നിന്ന് യാത്ര പോയിട്ടില്ലേ. പിന്നെ എങ്ങനെയാണ് സാധുക്കളായ നമ്മൾ ഇവിടെ കാലകാലം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നത്? നമ്മുടെ മരണത്തിന് ആരോഗ്യം തടസ്സമല്ല, നമ്മുടെ മരണത്തിന് നമ്മുടെ സമ്പത്ത് തടസ്സമല്ല, നമ്മുടെ ആൾബലം തടസ്സമല്ല. ഒരു പാർട്ടിയുടെയും പിന്തുണയുണ്ടായതുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര പറയാതിരിക്കില്ല. ആ യാത്ര പറഞ്ഞ് ആഖിറത്തിന്റെ ജീവിതം തുടങ്ങുമ്പോ ആ ഖബറിലേക്ക് മുത്തനബിതങ്ങളെ നോട്ടമുണ്ടാകണം, നമ്മുടെ ഹൃദയത്തിലേക്ക് മഹാന്മാരുടെ നോട്ടമുണ്ടാകണം. ഞാൻ ഇങ്ങോട്ട് വന്നത് അയൽക്കാട് ശൈഖ് സിറാജുദ്ദീൻ ഖാദിരി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തിട്ടാണ്. അവിടുന്ന് ശംസുൽ ഉലമാ ഉസ്താദ് അടക്കമുള്ള വലിയ
മഹാന്മാരുടെ ശൈഖായിരുന്നു. അവിടുത്തെ മൗലിദ് എഴുതിയതും ശംസുൽ ഉലമയാണ്. ആ മൗലിദിൽ അവിടുന്ന് പറയുന്നുണ്ട്, കാന അഹ്യാന യുറബ്ബി മൻ യശാ ബി നൂറതി ഫൻദുറൻ ഔലാദകും യാ ശൈഖ് നദറൽ ഖുദ്റതി. കാന അഹ്യാന യുറബ്ബി മൻ യശാ ബി നൂറതി. ഒരൊറ്റ നോട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നവരെ തർബിയത്ത് ചെയ്യാൻ കഴിയുന്നവരായിരുന്നു. ആ രൂപത്തിൽ വലിയ വലിയ ഔലിയാക്കൾ നമ്മുടെ പരിസരങ്ങളിൽ തന്നെ ഇല്ലേ. എത്രയോ ആളുകളെയാണ് ഒരു നോട്ടം കൊണ്ട് തന്നെ ഈമാനിലേക്ക് കൊണ്ടുവന്നത്. അജ്മീർ ഖാജാ തങ്ങള് എത്ര വലിയ സാഹിത്യങ്ങളെപ്പോലും ഒരൊറ്റ നോട്ടം കൊണ്ട് വലിയ പദവിയിലേക്ക് കൊണ്ടുവന്നവരല്ലേ. ആ മഹാന്മാരുടെ നോട്ടമുള്ളവരായി നമ്മൾ മാറണം. ഈ അനുസ്മരണ വേദിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് സാധുവായിരിക്കുന്നു. പങ്കെടുക്കുന്നത് കൊണ്ട് മഹാന്മാരുടെ മൗലിദ് ഓതുന്നത് കൊണ്ട് അവരുടെ നോട്ടം നമ്മുടെ കൽബിലേക്ക് കിട്ടണം. ആ കൽബിന്റെ അഴുക്കുകളെല്ലാം അത് കിട്ടിയിട്ട് അല്ലാഹുവിന്റെ മന്ദറായി നമ്മുടെ കൽബ് മാറണം. നാളെ ഖബറിലും മഹാന്മാരുടെ നോട്ടം കിട്ടണം, മുത്തനബിതങ്ങളുടെ നോട്ടം കിട്ടണം. ആ ചിന്തയോടെയാണ് റബീഉൽ അവ്വലിൽ നമ്മൾ മൗലിദ് ഓതിയിട്ടുള്ളത്. ആ ചിന്തയോടെയാണ് റബീഉൽ ആഖിറിൽ ജിലാനി തങ്ങളെ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ചിന്ത തന്നെയാണ് ഇന്ന് നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അല്ലാഹു തആല അവരുടെ പൊരുത്തം തരട്ടെ. തങ്ങളുടെ മദദ് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അവരുടെ ദുആഇനൊക്കെ അല്ലാഹു തആല ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ ചേർത്ത് നിന്ന് മഹാന്മാരായ മശായിഖന്മാരോടൊപ്പം നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ അല്ലാഹു തആല ഈ മജ്ലിസ് സബബാക്കി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിർത്താനാണ് ഇൻഷാ അല്ലാഹ്. ഉസ്താദ് ദുആയിലേക്ക് നടക്കുന്നു. ഒറ്റ വിഷയം, നമ്മുടെ ഞാനും സഹോദരനും ഉസ്താദും ഒക്കെ പഠിച്ച സ്ഥാപനമാണ് ജാമിഅ നഈമിയ. ആ നഈമിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒക്കെ അടങ്ങുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് നടത്തുന്ന സംരംഭമാണ് മുഈനിയ എന്ന് പറയുന്ന കോളേജ്. ഞാനൊരു സ്ഥാപനത്തിന്റെ ആളാണ്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഫാദിസിയ എന്ന 30 വർഷം കഴിക്കുന്ന തെക്കൻ കേരളത്തിലെ ജൗഹരി സനത് കൊടുക്കുന്ന സമസ്ത കേരള ജമിയത്തുലമയുടെ ഉപാധ്യക്ഷരായ സിറാജുൽ ഉലമ ശൈഖുന ഇദ്രീസ് ഉസ്താദ് പ്രസിഡന്റും ജമിയത്ത് കോളേജിന്റെ പ്രിൻസിപ്പളും ഒക്കെയായി ഡോക്ടർ മുഹമ്മദ് ഉൽ സഖാഫി ജനറൽ സെക്രട്ടറിയും ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി ഉസ്താദ് ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള മഹത്തായ സ്ഥാപനം തെക്കൻ ജില്ലയിലെ 6 ജില്ലകളിലായിട്ട് 35 പരം സ്ഥാപനങ്ങളുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദഅവാ കോളേജും അതുപോലെ ബനാത്തും ശരീഅത്ത് കോളേജും 15 ഖുർആൻ കോളേജുകളും അടക്കം വലിയ സ്ഥാപന സംരംഭങ്ങൾ ഉത്തരേന്ത്യയിലും പ്രവർത്തനങ്ങളുണ്ട്. ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷൻ ഐവ എന്ന പേരിൽ ഫാറൂഖ് നഈമി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഫാദിസിയുടെ കീഴിലായിട്ട് ബംഗാളിലും ബീഹാറിലും ഉത്തരാഖണ്ഡിലും അടങ്ങുന്ന ഇതര സംസ്ഥാനങ്ങളിൽ വലിയ ദഅവാ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഹിറാ ക്യാമ്പസ് എന്ന പേരിൽ ബംഗാളിൽ വലിയൊരു ക്യാമ്പസ് തന്നെ ഫാദിസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഫാദിസിയുടെ കലണ്ടറും കൊണ്ടുവരേണ്ടതായിരുന്നു, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഇപ്പോ നിങ്ങളോട് പറയുന്നത് ആ നഈമിയുടെ കീഴിൽ ഞങ്ങളൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ജാമിഅ നഈമിയ ഞങ്ങൾ സനത് വാങ്ങുന്നത് 109ാമത്തെ സനതാണ്. 109ാമത്തെ സനതാണ് നമ്മൾ വാങ്ങുന്നത്. ഇപ്പൊ അത് എത്രയോ കഴിഞ്ഞു. അപ്പോ വലിയ പാരമ്പര്യമുള്ള സ്ഥാപനം സയ്യിദ് നഈമുദ്ദീൻ മുറാദാബാദി റളിയല്ലാഹു അൻഹു വലിയ സയ്യിദ് സ്ഥാപിച്ച ആ സ്ഥാപനത്തിന്റെ കീഴിൽ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി ഉസ്താദ് അടക്കമുള്ള വലിയ പണ്ഡിതന്മാരെ പഠിച്ച അതുപോലെ വലിയ ആലിമീങ്ങൾക്ക് ജന്മം നൽകിയ മഹത്തായ സ്ഥാപനം. അതിന് കീഴിൽ അജ്മീർ കേന്ദ്രമാക്കി. അജ്മീർ നമുക്ക് വലിയ ദഅവാ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല നമ്മൾ ഉസ്താദുമാരെ മനസ്സിലാക്കി അവിടെ ആ പ്രദേശവാസികളായ വിദ്യാർത്ഥികൾക്കും അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റ് സംസ്ഥാനത്തേക്ക് പോയി പഠിക്കുന്ന ഉദ്യോഗങ്ങൾക്കും ഒക്കെ സൗകര്യം ഒരുക്കിയിട്ട് ജാമിഅ മുഈനിയ എന്ന പേരിൽ ഒരു സ്ഥാപനം പല ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്നു. അപ്പോ അതിന്റെ ഒരു സനതാണ് മുഈനി എന്നുള്ളത് സനത്. അപ്പൊ അതിന്റെ കീഴിൽ പുറത്തിറങ്ങിയ ഒരു കലണ്ടറാണ് ഇൻഷാ അല്ലാഹ്.
അപ്പൊ പറഞ്ഞതോളൂ നമുക്ക് എനിക്ക് ധരിച്ചു തന്നിട്ടുണ്ട് സംസ്ഥാനം ഏൽപ്പിച്ചതാണ്. അപ്പൊ 10-11 ഉണ്ടാവും. കഴിയുന്നവര് ആരെങ്കിലും ഒരാളെന്ന് ഇപ്പൊ ഒന്ന് മേടിക്കാനുണ്ടെങ്കിൽ നമുക്ക് പൊതുവായിലേക്ക് കിടക്കാം. എന്തെങ്കിലും സംഭാവന പ്രശ്നധാരാളം ഉദ്ഘാടനം ചെയ്യാൻ ഒരാളെന്ന് ഇന്ന് കേട്ടുകയല്ല ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പിരിയുന്നതിന് മുമ്പ് എല്ലാവരും കാര്യമായ ഹദിയ കൊടുത്ത് അതിൽ കലണ്ടറുകളുടെ വീട്ടിൽ പല കലണ്ടർ എത്തിയിട്ടുണ്ടാവും. പക്ഷേ ഡേറ്റ് നോക്കാനുണ്ട് എന്നുള്ള എനിക്കല്ല, ഒരു സ്ഥാപനത്തിന്റെ പ്രചരണവും അതുപോലെ മുഖ്യാലയങ്ങൾക്ക് ഒരു സഹായവും ഒക്കെയാണ്. നിങ്ങൾ എല്ലാവരും അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കണം. അടുത്തേക്ക് കൊണ്ടുവരും. അത് കാര്യമായങ്ങളൊക്കെ അതിൽ സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ വറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പരിപാടിയുടെ സമാപിക്കുകയാണ്. സമാപന പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയ നഈമിയ ഉസ്താദിലേക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഇൽമിലും സേവനത്തിലും അല്ലാഹു ബറക്കത്ത് ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതകാലം മുഴുവനും ആഫിയത്ത് ആരോഗ്യത്തോടു കൂടി ദീനിനെ ഖിദ്മ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പരിപാടിയുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി